ഈ ഹിന്ദു എന്ന വാക്ക് തന്നെ വാസ്തവത്തിൽ ഭാരതീയമല്ല, അത് ഇന്ത്യയിൽ ഉണ്ടായ ഒരു വാക്കല്ല, അതൊരു പേർഷ്യൻ വാക്കാണ്. അപ്പൊ തദ്ദേശീയമായ ഒരു മതത്തെ സൂചിപ്പിക്കാൻ വൈദേശികമായ ഒരു വാക്കാണെങ്കിൽ ആ മതത്തിന്റെ തന്നെ ആധികാരികതയ്ക്ക് അതൊരു പോരായ്മയാണല്ലോ. നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതമാണ് എന്ന് അവകാശപ്പെടുകയും മതത്തിന്റെ പേര് തന്നെ പാശ്ചാത്യമായി തീരുകയും നാട്ടിന് പുറത്തുനിന്ന് വന്ന പേരാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ അവകാശവാദത്തിന് വലിയൊരു ബലം ഉണ്ടാവില്ല. അതുകൊണ്ട് കൂടിയാണ് ഹിന്ദുയിസം എന്നതിന് പകരം സനാതനധർമ്മം എന്ന പ്രയോഗം അക്കാലത്ത് വരികയും ക്രിസ്ത്യാനിറ്റിക്കെതിരെയും മിഷണറി പ്രവർത്തനങ്ങൾക്കെതിരെയും ഹിന്ദുമതത്തിനകമേ തന്നെ ഉണ്ടായ പരിഷ്കരണപരമായ നിലപാടുകൾക്കെതിരെയും മതത്തിന്റെ പരമ്പരാഗതമായ മൂല്യങ്ങളുടെ ആകത്തുക എന്ന മട്ടിൽ സനാതനധർമ്മം എന്ന പ്രയോഗം ഉറക്കുകയും ചെയ്തത്. അപ്പൊ ഗുരുവിനെ ഹിന്ദുമതത്തിന്റെ പ്രതിനിധിയാക്കാനും അദ്ദേഹത്തെ ഹൈന്ദവമായ ആചാരാനുഷ്ഠാനങ്ങളുടെ നടത്തിപ്പുകാരനാക്കാനും ഒക്കെയുള്ള വ്യാപകമായ ശ്രമങ്ങൾ നടന്നു വരുന്ന ഒരു കാലമാണ്. സനാതനധർമ്മം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ചർച്ചകളിലൊക്കെ ഉയർന്നു വന്ന ഒരാശയമാണ്. സനാതനധർമ്മം എന്ന പേരിട്ട് വിളിച്ച് പരമ്പരാഗതമായ വർണ്ണവ്യവസ്ഥയെയും ജാതിബന്ധങ്ങളെയും ഒക്കെ മറച്ചു വെക്കുന്ന ഒരു പദപ്രയോഗത്തിനുള്ളിൽ ചില അമൂർത്തമായ തത്വങ്ങളെ അവതരിപ്പിച്ച് അതാണ് മതം എന്ന് സ്ഥാപിച്ച് ആ സനാതന മതത്തിന്റെ പ്രതിനിധിയാണ് ഗുരു എന്നെല്ലാം വിശദീകരിക്കാൻ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാതെ ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രത്യേകിച്ച് എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സനാതനധർമ്മം എന്ന വാക്ക് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വേരുപിടിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ചരിത്രഘട്ടത്തിലാണ്. അത് 19-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ടിൽ ഹിന്ദുമതത്തിനകത്തെ അനാചാരങ്ങൾക്കെതിരെ ആര്യസമാജവും ബ്രഹ്മസമാജവും പോലുള്ള പ്രസ്ഥാനങ്ങൾ വലിയ പരിഷ്കരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും മതത്തിനുള്ളിൽ മതപാരമ്പര്യത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്ത സമയത്ത് മതത്തിന്റെ പാരമ്പര്യ സംരക്ഷണാർത്ഥം ഉയർന്നു വന്ന ഒരു വാക്കാണ് സനാതനധർമ്മം എന്നത്. ആ വാക്ക് മുമ്പേ ഉണ്ട്. നിശ്ചയമായും മനുസ്മൃതിയിൽ അതിനോട് ചേർന്ന് പോകുന്ന ധർമ്മോ സനാതന എന്ന പ്രയോഗമുണ്ട്. ബുദ്ധമത പാരമ്പര്യത്തിലും ധമ്മോ സനാതനം എന്ന പ്രയോഗമുണ്ട്. മഹാഭാരതത്തിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ സനാതനം ധർമ്മം എന്നീ വാക്കുകൾ വന്നു പോകുന്നുണ്ട്. പക്ഷെ സനാതനധർമ്മം എന്നത് ഹിന്ദുമതത്തെ സൂചിപ്പിക്കുന്ന സവിശേഷമായ ഒരു പ്രയോഗമായി തീരുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ ഒരു മതവ്യവഹാരത്തിനുള്ളിലാണ്. അത് ഇതര മതങ്ങൾ ഹിന്ദുമതത്തിനെതിരെ ഉയർത്തിയ വിമർശനത്തെ പ്രതിരോധിക്കാനും മതങ്ങൾക്കകത്ത് നടന്ന പരിഷ്കരണപരമായ ശ്രമങ്ങൾക്കെതിരെ പരമ്പരാഗതമായ മതമൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്ന നിലയിലും പരമ്പരാഗത മതവീക്ഷണത്തിന് മറയായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഒരു പേരായിട്ടാണ് സനാതനധർമ്മം എന്ന വാക്ക് വന്നത്. ഈ സനാതനധർമ്മം എന്ന് വിശേഷിപ്പിക്കാവുന്നത് എന്തിനെയാണ്? എന്തുകൊണ്ടാണ് സനാതനം എന്ന് ഹിന്ദുമതത്തിന്റെ ബ്രാഹ്മണ മതത്തിന്റെ വക്താക്കൾ അതിനെ വിശേഷിപ്പിക്കുന്നത്? മാറ്റമില്ലാത്തത്, അചാല്യമായത്, ഒരു ഘട്ടത്തിലും ഇളകാത്തത് എന്നൊക്കെ അവർ കരുതുന്ന ചില തത്വങ്ങളാണ് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം എന്ന് കരുതുന്നത് കൊണ്ടാണ് പത്രമാസികൾ വായിക്കാനും ഒത്തുകൂടുന്ന ഇടങ്ങൾ എന്നതിനപ്പുറം സാമൂഹ്യ സംഘാടനത്തിന്റെയും സമരപ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു വേദി എന്ന നിലയിലാണ് നമ്മുടെ വായനശാലകളിൽ വലിയൊരു പങ്ക്, പ്രത്യേകിച്ചും സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പും തൊട്ടു പിമ്പും ഒക്കെയുള്ള കാലത്തുണ്ടായ വായനശാലകളെ നമുക്ക് കാണാൻ പറ്റുക. പലതും ദേശീയ പ്രസ്ഥാനത്തിന്റെ അരങ്ങുകളായിരുന്നു, ചിലത് കർഷക പ്രസ്ഥാനങ്ങളുടെ വേദികളായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടന വേദികളായിരുന്നു. ഇങ്ങനെയെല്ലാം രൂപപ്പെട്ട ഒരു വലിയ പാരമ്പര്യം കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ 7000-ത്തിലധികം വായനശാലകൾ പല രൂപത്തിൽ പ്രവർത്തിക്കുകയും ഇന്ത്യയിലെ തന്നെ വായനശാലകളിൽ ഏതാണ്ട് ഗ്രന്ഥാലയങ്ങളിൽ 40% ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിത്തീരുകയും ചെയ്തത്. ഞാനിത് പറഞ്ഞു വന്നത് കേരളത്തിന്റെ നവോത്ഥാനമാകട്ടെ, ദേശീയ പ്രസ്ഥാനമാകട്ടെ, ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളാകട്ടെ, ഇവയെല്ലാം തന്നെ വളരെ കൂടുതൽ ഊന്നി നിന്നതും ഇവയ്ക്കെല്ലാം തന്നെ വളരെ കൂടുതൽ സംഭാവന നൽകിയതുമായ ഒരു മണ്ഡലമാണ് സാംസ്കാരിക പ്രവർത്തനങ്ങളുടേത്. ഇത് കേരളത്തെ സവിശേഷമായ നിലയിൽ സ്വാധീനിക്കുകയും ചെയ്തു.
കേരളത്തിന്റെ ഇടതുപക്ഷപരമായ രാഷ്ട്രീയ വീക്ഷണം എന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിട്ടല്ല നിലനിന്നിട്ടുള്ളത്. വലതുപക്ഷ പാർട്ടികളെന്നോ മധ്യവർത്തി പാർട്ടികളെന്നോ വിളിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും കുറെയെങ്കിലുമൊക്കെ ഇടതുപക്ഷപരമായ വീക്ഷണങ്ങൾ പിൻപറ്റേണ്ടി വരുന്ന സ്ഥിതിവിശേഷം കേരളത്തിൽ ഏറെക്കാലം നിലനിന്നിരുന്നു. അത് തൊഴിലാളികളുടെ അവകാശം എന്ന കാര്യമാകാം, സാമൂഹ്യ നീതി എന്ന ആശയമാകാം, മതനിരപേക്ഷത എന്ന ആശയമാകാം, സമത്വം എന്ന ആശയമാകാം, തൊഴിലിന്റെ അന്തസ്സ് എന്ന ആശയമാകാം. ഇതൊക്കെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എളുപ്പം തള്ളിക്കളയാൻ പറ്റാത്ത നിലയിൽ അതിശക്തമായ സ്വാധീനമായി 20-ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ ഏതാണ്ട് അരമുക്കാൽ നൂറ്റാണ്ട് കാലം നിലനിന്നു. ഇങ്ങനെ രാഷ്ട്രീയമായി വലതുപക്ഷത്ത് നിൽക്കുന്നവർക്ക് പോലും ഇടതുപക്ഷ മൂല്യങ്ങളെയോ അതിൻ്റെ രാഷ്ട്രീയ ആശയങ്ങളെയോ ഏറിയും കുറഞ്ഞും ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം രൂപപ്പെടുത്താൻ കേരളത്തിന് കഴിഞ്ഞത് നമ്മുടെ രാഷ്ട്രീയ പ്രയോഗങ്ങൾ സാംസ്കാരികമായ പ്രവർത്തനങ്ങളുമായി ഇടകലർന്നാണ് മുന്നേറിയത് എന്നതുകൊണ്ടും നമ്മുടെ രാഷ്ട്രീയ ബോധം സാംസ്കാരികമായ അവബോധ രൂപീകരണത്തോട് ആഴത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നുണ്ട് എന്നതുകൊണ്ടുമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്കാരം എന്ന് പറയുന്നതും സംസ്കാരത്തിന്റെ മണ്ഡലത്തിലെ ഇടപെടലുകൾ എന്ന് പറയുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനമായിരിക്കുന്നത്. കേരളത്തിന്റെ അതേ അളവിലല്ലെങ്കിലും ലോകമെമ്പാടും മാർക്സിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ സംസ്കാരത്തെക്കുറിച്ചുള്ള ഈ വീക്ഷണഗതി വച്ചു പുലർത്തി പോരുകയും ചെയ്യുന്നുണ്ട്. കാരണം സംസ്കാരം എന്നതിനെ കലയുടെയും സാഹിത്യത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ആശയാവലികളുടെയും ലോകം എന്ന നിലയിൽ വ്യക്തികളുടെ ആസ്വാദനത്തിൻ്റെയോ വ്യക്തികളുടെ അനുഭൂതിയുടെയോ സ്വകാര്യ മണ്ഡലങ്ങളായിട്ടല്ല ഇടതുപക്ഷം മാർക്സിസ്റ്റുകൾ പൊതുവെ മനസ്സിലാക്കുന്നത്. മറിച്ച് സാമൂഹിക പരിവർത്തനത്തിൽ ഇടപെടുന്ന രണ്ട് തരം ശക്തിരൂപങ്ങളിൽ ഒന്ന് എന്ന നിലയാണ് സംസ്കാരത്തിന്റെ മണ്ഡലത്തിനുള്ളത്. മാർക്സിന്റെ അതിപ്രസിദ്ധമായ ഒരു നിരീക്ഷണം, ഒരാശയം ഒരു ജനസമൂഹം ഏറ്റെടുത്താൽ പിന്നീട് അതൊരാശയമല്ല, അതൊരു ഭൗതിക ശക്തിയാണ് എന്നാണ്. അതുകൊണ്ട് യന്ത്രസാമഗ്രികളും ഫാക്ടറികളും ഉൽപാദന ഉപകരണങ്ങളും എങ്ങനെയാണോ ഭൗതിക ശക്തി രൂപങ്ങളായിരിക്കുന്നത്, അതുപോലെ തന്നെ മനുഷ്യരുടെ ചിന്തയിലും മനുഷ്യരുടെ ആശയലോകത്തും വേരുപിടിച്ച അനുഭൂതികൾക്ക്, ആശയാവലികൾക്ക് ഭൗതികമായ ഒരു ഉള്ളടക്കമുണ്ട് എന്നത് മാർക്സിസ്റ്റുകൾ സംസ്കാരത്തെക്കുറിച്ച് വച്ചു പുലർത്തുന്ന സുപ്രധാനമായ ഒരു കാഴ്ചപ്പാടാണ്. ഈ സംസ്കാരത്തിന്റെ മണ്ഡലത്തിൽ കൂടി നേടുന്ന മേൽക്കൈ, നേടുന്ന സ്വാധീനം വാസ്തവത്തിൽ ഒരു സമൂഹത്തിൽ ആഴത്തിൽ ഇടപെടാൻ നമുക്ക് അനിവാര്യമാണ് എന്ന തിരിച്ചറിവും ലോകമെമ്പാടും കമ്മ്യൂണിസ്റ്റുകൾ വച്ചു പുലർത്തി പോന്നിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ള നിർണായകമായ ഇടപെടലുകളിലൂടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ വളർന്നു വന്നത്. അത് ആദ്യകാലത്തെ പുരോഗമന കലാ സാഹിത്യ സംഘമാകാം, പുരോഗമന സാഹിത്യ പ്രസ്ഥാനമാകാം, അതിനു മുമ്പുള്ള ജീവൽ സാഹിത്യ സംഘമാകാം, പിന്നാലെ വന്ന ദേശാഭിമാനി സ്റ്റഡി സർക്കിളോ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗമന കലാ സാഹിത്യ സംഘമോ ഒക്കെ ഏറിയും കുറഞ്ഞും രാഷ്ട്രീയമായ ഒരു അവബോധ രൂപീകരണത്തിന്റെ സുപ്രധാനമായ മണ്ഡലങ്ങളിലൊന്നായി സംസ്കാരത്തെ കാണുകയും അതിനുവേണ്ട നാനാതരം പരിശ്രമങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു വരികയാണ്. എന്നാൽ നമ്മുടെ വർത്തമാനകാലത്തെ നോക്കിയാൽ ഇതിൽ ഗൗരവമേറിയ ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. കേരളത്തിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക മാറ്റങ്ങളിലൊന്ന് അവബോധ തലത്തിലുള്ള വലതുപക്ഷവൽക്കരണമാണ് എന്ന് പറയാം. സാമൂഹ്യ അവബോധത്തിന്റെ മണ്ഡലത്തിൽ വലതുപക്ഷപരമായ ആശയാവലികൾ കേരളത്തിൽ വളരെ പിൻനിരയിലാണ് നിലകൊണ്ടിരുന്നത്. വലതുപക്ഷ പാർട്ടികൾക്ക് പോലും അവയെ അഭിമാനപൂർവം ഉയർത്തി കാണിക്കാൻ പറ്റാത്ത മട്ടിലുള്ള ജനാധിപത്യ ഇടതുപക്ഷ വീക്ഷണഗതി കേരളത്തിൽ ശക്തമായിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, ഇതിന്റെ ഒരു മറുപുറം രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് കാണാം.
തികഞ്ഞ വലതുപക്ഷ വീക്ഷണങ്ങൾ ഉള്ള ജാതീയതയുടെ, മതവിഭാഗീയതയുടെ, വർഗീയതയുടെ, അതിനെ പിൻപറ്റി വളരുന്ന അന്യമത വിദ്വേഷത്തിൻ്റെ, അല്ലെങ്കിൽ കടുത്ത ഉപഭോഗാസക്തിയുടെ, വ്യക്തിഗതമായ മത്സര താല്പര്യങ്ങളുടെ ഒക്കെ ഒരു ലോകം വളരെ സ്വാഭാവികമാണ് എന്ന മട്ടിൽ കേരളത്തിൽ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നവോത്ഥാനവും പിന്നാലെ രൂപപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷവും വലതുപക്ഷത്തെ പോലും ഇടതുപക്ഷപരമായ വീക്ഷണങ്ങളെ ഏറ്റെടുക്കാൻ നിർബന്ധിക്കുന്നതായിരുന്നു എങ്കിൽ ഇന്ന് പിൻവാങ്ങിയ വലതുപക്ഷ വീക്ഷണങ്ങളൊക്കെ, അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ആവിഷ്കാരങ്ങളൊക്കെ പൊതുജീവിതത്തിൽ വളരെ ശക്തമായ സാന്നിധ്യമായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് കാണാം. മതപരമായ വീക്ഷണഗതികൾ അതിൻ്റെ ഉന്നതമായ മൂല്യങ്ങളിൽ നിന്ന് മാറി കേവലമായ ആചാരഭ്രാന്തായും മിക്കവാറും അന്യമത വിദ്വേഷമായും മാറിത്തീരുന്ന സ്ഥിതി കേരളത്തിൽ പലയിടങ്ങളിലും കാണാം. അങ്ങനെ അന്യമത വിദ്വേഷത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന നാനാതരത്തിലുള്ള പ്രചരണ പരിപാടികൾ കേരളത്തിൽ ഇന്ന് അരങ്ങേറുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, രാഷ്ട്രീയമായി വലതുപക്ഷവൽക്കരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും സാംസ്കാരികമായ വലതുപക്ഷവൽക്കരണം സൂക്ഷ്മതലത്തിൽ വളരെ ശക്തമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളം പതിയെ പതിയെ മാറിത്തീരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം. ഇതിന് പല കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഒറ്റയടിക്ക് ഇവിടെ നിന്ന് പറയാനൊന്നും മുതിരുന്നില്ല. പക്ഷെ ഈ ഒരു ഷിഫ്റ്റ് നമ്മൾ കാണേണ്ടതുണ്ട് എന്നതും, ഒപ്പം തന്നെ സംസ്കാരത്തിൻ്റെ ആശയാവലികളുടെ മണ്ഡലത്തിലുണ്ടാകുന്ന ഈ വലതുപക്ഷ സ്വഭാവം പതിയെ രാഷ്ട്രീയമായ മാനങ്ങൾ കൈവരിച്ച് ഇടതുപക്ഷത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കാർന്നിറങ്ങുന്ന മട്ടിലേക്കുള്ള അവസ്ഥകൾക്ക് വഴിവെക്കുന്നുണ്ട് എന്നും നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോ 1924 കേരളത്തിൽ നടന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനമായിരുന്നു നാരായണഗുരു നടത്തിയ സർവമത സമ്മേളനം. 1924 മാർച്ച് 3-4 തീയതികളിലായിട്ട് ആലുവയിലെ അദ്വൈതാശ്രമത്തില് പെരിയാറിന്റെ തീരത്താണ് ഈ സമ്മേളനം നടന്നത്. ഈ സമ്മേളനത്തിന്റെ മുഖ്യ കേന്ദ്രമായിരുന്നത് നാരായണഗുരുവാണ്. ഈ സമ്മേളനം മുമ്പോട്ട് വെച്ച പരമപ്രധാനമായ ആശയം ഒരുപക്ഷെ നമ്മുടെ കാലത്തെ മതജീവിതത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ്. അത് പലമത സാരവും ഏകം എന്ന ആത്മോപദേശതകത്തിലെ തത്വമാണ്. വ്യത്യസ്ത മതങ്ങളുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ വ്യത്യസ്ത മതങ്ങൾക്ക് ആരാധനയുടെയും അനുഷ്ഠാനത്തിൻ്റെയും ഒക്കെ വളരെ വളരെ വ്യത്യസ്തങ്ങളായ സമ്പ്രദായങ്ങളുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ സമ്പ്രദായ ഭേദങ്ങൾക്കെല്ലാം ഉള്ളിൽ മനുഷ്യർക്ക് പൊതുവായി ഐക്യപ്പെടാവുന്ന ചില തലങ്ങളുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് സർവമത സമ്മേളനം ശ്രമിക്കുന്നത്. അത് 1924 സർവമത സമ്മേളനത്തിൽ പൊടുന്നനെ പൊട്ടിമുളച്ചൊരാശയമല്ല. 1894 ആത്മോപദേശ ശതകം രചിച്ചതു മുതൽ ഗുരു പല നിലകളിൽ സൂചിപ്പിച്ച ഒരാശയത്തെയാണ് സർവമത സമ്മേളനത്തിൽ പ്രായോഗിക രൂപം കൈവന്നത്. ആത്മോപദേശ ശതകത്തിൽ മതപരമായ വിഭജനങ്ങൾക്കപ്പുറം പോകുന്ന ഒരു അടിസ്ഥാന തത്വം ഗുരു അവതരിപ്പിക്കുന്നുണ്ട്. പല മതസാരവും ഏകം എന്ന്. പല മതസാരവും ഏകം എന്നു പാരാതുലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടേണം എന്ന് അദ്ദേഹം പറയണ്ടായി. പല മതങ്ങൾ എന്നത് ആ യുക്തി വിചാരം ഒരു വിഡ്ഢിത്തമാണ്, പാമരത്വമാണ് എന്ന് അദ്ദേഹം അതിൽ പറഞ്ഞു. പിന്നീട് 1915 സുപ്രസിദ്ധമായ അദ്വൈതാശ്രമത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജാതിയില്ലാ വിളംബരത്തിൽ നാം ജാതിമതഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്നും ലോകത്തിന്റെ അറിവിലേക്കായി അത് പ്രസിദ്ധപ്പെടുത്തുന്നു എന്നും ഗുരു പറയണ്ടായി. 1916 ജൂലൈ 15 കൊല്ലത്ത് പട്ടത്താനത്ത് നടത്തിയ സംഭാഷണത്തിലാണ് താൻ എല്ലാ മതങ്ങളും തനിക്ക് സമ്മതമാണെന്നും താൻ ഇന്ന് നിലവിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതത്തോട് പ്രത്യേകിച്ച് ഒരു താല്പര്യവും വച്ചു പുലർത്തുന്നില്ല എന്നും ഗുരു പറഞ്ഞത്. 1916 ജൂലൈ 16
പ്രസിദ്ധീകരിച്ച ടി.കെ. മാധവന്റെ ദേശാഭിമാനി പത്രത്തിൽ ഗുരുവിന്റെ ഈ പ്രസ്താവന വരുന്നുണ്ട്. എല്ലാ മതങ്ങളും നമുക്ക് സമ്മതമാണ്. ഇന്ന് നിലവിലുള്ള ഏതെങ്കിലും ഒരു മതത്തോട് നമുക്ക് പ്രത്യേകിച്ചൊരു സംബന്ധവും ഇല്ല. പിന്നീട് ഗുരു പറഞ്ഞത്, നാം ഹിന്ദു ദേവാലയങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയത് ഹിന്ദുക്കളിൽ ചിലർ നമ്മോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആവശ്യപ്പെട്ടാലും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ നമുക്ക് സമ്മതമാണ് എന്ന് ഗുരു അതിൽ പറയുന്നുണ്ട്. പിന്നീടാണ് 1924 ഒരുപക്ഷെ 21 മലബാർ കലാപവും അതുണ്ടാക്കിയ സാമൂഹ്യമായ വിഭജനങ്ങളും ഒക്കെ ചേർന്നൊരു അന്തരീക്ഷം കൂടി അതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും 24 ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുകയും അന്ന് ലഭ്യമായ എല്ലാ മതവിഭാഗത്തിന്റെ പ്രതിനിധികളും, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ബൗദ്ധമതം, ജൈനമതം, ഹിന്ദുമതത്തിലെ തന്നെ ആര്യസമാജം, ബ്രഹ്മസമാജം, യഹൂദമതം, ഇവരൊക്കെ അതിൻ്റെയൊക്കെ പ്രതിനിധികൾ തങ്ങളുടെ മത തത്വങ്ങൾ അവതരിപ്പിക്കുകയും അന്തിമമായി എല്ലാ മതതത്വങ്ങളും ഒരൊറ്റ അനുഭവത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് ഈ പ്രഭാഷണങ്ങൾ വ്യക്തമാക്കുന്നു എന്ന് ഉപസംഹരിച്ചുകൊണ്ട് ഗുരു ഒരു സന്ദേശം നൽകുകയും ചെയ്തത്. ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1890 മുതൽ 1924 വരെയുള്ള ഈ 10-30 വർഷക്കാലത്തിനിടയിൽ ഗുരു ഖണ്ഡിതമായി ആവർത്തിക്കുന്ന ഒരു വീക്ഷണഗതി മതങ്ങൾ ഒന്നാണ് എന്ന കാര്യമാണ്. അതല്ലാതെ അത് പൊടുന്നന വന്നതോ യാദൃച്ഛികമായ ഒരു സമ്മേളനമായി പരിണമിച്ചതോ അല്ല. അത് ഗുരുവിന്റെ ചിന്തയുടെ ഓരോ പടവിലും ആവർത്തിച്ചുറപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു ആശയം എന്ന നിലയിൽ അത് ആത്മോപദേശ ശതകത്തിൽ കാണാം, പ്രസ്താവന എന്ന നിലയ്ക്ക് ജാതിയില്ലാ വിളംബരത്തിൽ കാണാം, ഒരു പ്രസംഗം എന്ന നിലയ്ക്ക് പട്ടത്താനം പ്രസംഗത്തിൽ കാണാം, ഒരു സമ്മേളനം എന്ന നിലയ്ക്ക് സർവമത സമ്മേളനത്തിൽ കാണാം. ഇങ്ങനെ പല തലങ്ങളിൽ നിരന്തരമായി മതങ്ങളുടെ ഏകത എന്ന തത്വം ഗുരു പറഞ്ഞുറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് മതങ്ങളുടെ ഏകത എന്നതുകൊണ്ട് ഗുരു മുമ്പോട്ട് വയ്ക്കുന്ന ആശയം എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപക്ഷെ കേരളത്തെ ആധുനികമാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ 2 ഇടപെടലുകൾ ഗുരു നടത്തുന്നത്, ഒന്ന് അരുവിപ്പുറം പ്രതിഷ്ഠയും മറ്റൊന്ന് സർവമത സമ്മേളനവുമാണ്. അരുവിപ്പുറം പ്രതിഷ്ഠയാണ് മനുഷ്യരുടെ സമത്വത്തെയും മനുഷ്യർക്കിടയിലുള്ള തുല്യതയെയും സമ്പൂർണമായി നിരാകരിക്കുന്ന ജാതി വ്യവസ്ഥക്കെതിരെ കേരളത്തിൽ ഗുരു ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും വലിയ പ്രതിരോധം. ഗുരു ജാതിയെ പ്രതിരോധിക്കാൻ മുമ്പോട്ട് വെച്ച തത്വം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതെല്ലാ മനുഷ്യരും ഈശ്വരാംശമുള്ളവരാണ്, എല്ലാ മനുഷ്യരും ഈശ്വരാംശ സംഭവരാണ് എന്ന അമൂർത്തമായ ഒരാശയമല്ല ഗുരു മനുഷ്യരുടെ ഏകതയുടെ അടിസ്ഥാനമായി ഉന്നയിച്ചത്. മറിച്ച് ഗുരു ഉന്നയിച്ചത് എല്ലാ മനുഷ്യരുടെയും ശരീരം ഒന്നാണ്. ശരീരം എന്ന് പറയുന്ന വളരെ ഭൗതികമായ മൂർത്തമായ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ് മാനുഷികമായ ഏകത എന്ന തത്വം ഗുരു നിർദ്ധാരണം ചെയ്യുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നതിന് ശേഷം നമ്മൾ കാണുന്നത് മൂർത്തമായ ശരീരത്തിന്റെ ഭാഷയാണ്. ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലതിൽ എന്ന് കാണാം. പുണർന്നു പെറുന്നതെല്ലാം ഒരിനമാം എന്ന് ജാതി നിർണയത്തിൽ കാണാം. തമ്മിൽ ഇണ ചേർന്ന് അടുത്ത തലമുറയായി തീരുന്നതേതോ അതൊരു ജാതി. അല്ലാതെ ജാതിയെ വർണ്ണധർമ്മം മുമ്പോട്ട് വയ്ക്കുന്ന ജന്മസിദ്ധമായ ജാതി എന്നതിന് പകരം ജീവിവംശങ്ങളുടെ ആയ ജാതി എന്ന തത്വത്തിലേക്ക് ഗുരു മാറ്റുന്നുണ്ട്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്തം ഗവാം യഥ. മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി, പശുവിന് പശുത്വം പോലെ എന്ന് പറയുന്നിടത്തും ഈ ശരീര ഗുണമാണ് ജാതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു ഘട്ടത്തിൽ നേരിട്ട് പറയുന്നത് പേരൂര് തൊഴിൽ മൂന്നുമായതു പോരുമേ ജാതി ഏതെന്ന് ചൊല്ലേണ്ട നേര് മെയ് തന്നെ ചൊൽകയാൽ. ഒരാളെ അറിയാൻ പേര്, തൊഴില്, ഊര്, ഈ 3 കാര്യങ്ങൾ മതി, ജാതി വേണ്ട, ജാതി ശരീരം കൊണ്ടറിയാം എന്ന് ഗുരു പറയും. ഇങ്ങനെ ശരീരം എന്ന ഒരു മൂർത്ത യാഥാർത്ഥ്യത്തെ മുൻനിർത്തുകയും ശരീരം ഒന്നായതുകൊണ്ട് മനുഷ്യരൊരു ജാതിയാണ് എന്ന് വളരെ ആധുനികമായ ഒരു അർത്ഥത്തിലേക്ക് ജാതിയെ മാറ്റുകയും ചെയ്തുകൊണ്ടാണ്
അന്ന് നിലവിലിരുന്ന എല്ലാ പാരമ്പര്യ വീക്ഷണങ്ങളോടും ഗുരു എതിരിട്ടത്. എല്ലാ പാരമ്പര്യ വീക്ഷണങ്ങളോടും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം മഹാത്മാഗാന്ധി അടക്കമുള്ളവരോട് എന്നുകൂടിയാണ്. 1924 വൈക്കം സത്യാഗ്രഹത്തിന് പിന്നാലെ ആ സമയത്ത് 25 ആദ്യം ഗാന്ധി വരുന്നുണ്ട്, ഗുരുവിനെ കാണുന്നുണ്ട്. ഗുരുവുമായുള്ള സംഭാഷണത്തിൽ ജാതി ശരിയാണ് എന്നും ജാതി വ്യത്യസ്തതകളെയാണ് സൂചിപ്പിക്കുന്നത്, വിവേചനത്തെ അല്ല എന്നുമുള്ള നിലയിൽ ഗാന്ധി ഗുരുവിനോട് വാദിക്കുന്നുണ്ട്. ഗുരു ആ വാദത്തെ ഖണ്ഡിക്കുന്നുണ്ട്. ജാതിയാണ് പ്രശ്നം, അയിത്തം മാത്രമല്ല എന്ന് തിരിച്ചറിയാനായിട്ട് ഗാന്ധി 1936 വരെ കാത്തിരിക്കേണ്ടി വന്നു. ഗുരു ആകട്ടെ അതിനേക്കാൾ എത്രയോ മുമ്പ് തന്നെ ജാതിയാണ് അടിസ്ഥാന പ്രശ്നം, അയിത്തം മാത്രമല്ല എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ജാതി തൊഴിൽ വിഭജനമാണ്, ജാതി മനുഷ്യർക്ക് പ്രത്യേകമായ തൊഴിലുകളിൽ പരിശീലനം നൽകി അതിൽ വൈദഗ്ധ്യമുണ്ടാക്കും എന്നെല്ലാമുള്ള വാദഗതികളെ അക്കാലത്ത് തന്നെ നിരാകരിച്ച ഒരാളായിരുന്നു നാരായണ ഗുരു. ഇങ്ങനെ ജാതി വിമർശനത്തെ ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ആ ജാതി വിമർശനത്തിന് സൈദ്ധാന്തികവും ദാർശനികവുമായ അടിത്തറയൊരുക്കിക്കൊണ്ട് കേവലമായ ജാതി വിരോധത്തിനപ്പുറം ആധുനികമായ ഒരു മനുഷ്യ സങ്കല്പത്തെ ജാതി വിമർശനത്തിന്റെ കേന്ദ്രത്തിൽ അദ്ദേഹം ഉറപ്പിച്ചെടുത്തു. ആ അളവിൽ മറ്റാരെങ്കിലും അക്കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിലെ ഇതര നവോത്ഥാന പ്രവർത്തനങ്ങളിലൊക്കെ ജാതി വിമർശനം എന്നത് മിക്കവാറും മേൽജാതിയുടെ മർദ്ദനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളായിട്ടോ സ്വന്തം ജാതി സ്വത്വങ്ങളെ മുൻനിർത്തിയുള്ള സംഘാടനങ്ങളായിട്ടോ ശക്തി രൂപീകരണങ്ങളായിട്ടോ ഒക്കെയാണ് നിലനിന്നതെങ്കിൽ ഗുരുവിനെ സംബന്ധിച്ച് ജാതി നശീകരണം എന്നത് അടിസ്ഥാനപരമായ ഒരു വീക്ഷണഗതിയായിരുന്നു. ഇങ്ങനെ ജാതി എന്തുകൊണ്ട് ആധുനിക സമൂഹത്തിനെതിരാകുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യർ തുല്യരാണ് എന്ന് അംഗീകരിക്കാത്ത ഒരു സംവിധാനമാണ് ജാതി. അതുകൊണ്ട് മനുഷ്യരുടെ തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഏത് പാരമ്പര്യത്തിനും ജാതിയോട് ഇടയേണ്ടി വരും. ഗുരു അദ്വൈതിയായിരുന്നു എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഗുരുവിന്റെ അദ്വൈതം അമൂർത്തമായ ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള അമൂർത്തമായ ഒരു ഐക്യം എന്നതിനു പകരം ആത്മവും അപരവും തമ്മിലുള്ള, താനും താനല്ലാത്തതും തമ്മിലുള്ള ഐക്യം എന്നതിലേക്ക്, രണ്ടില്ല എന്നതിനെ മനുഷ്യർക്കിടയിലെ ഭേദത്തിന്റെ നിരാസമായിട്ടാണ്, അല്ലാതെ ആത്മബ്രഹ്മ വിഭജനത്തിന്റെ അഭാവം എന്ന നിലയ്ക്കല്ല ഗുരു കണ്ടത്. അങ്ങനെ അദ്വൈതം എന്നതിനെ തന്നെ അതിൻ്റെ അമൂർത്തമായ ഒരു തത്വരൂപത്തിൽ നിന്ന് എടുത്തു മാറ്റി അതിനെ മൂർത്തമായ ഒരു സാമൂഹിക ആവിഷ്കാരമാക്കി മാറ്റുന്ന ഇടപെടലായിരുന്നു ഗുരുവിൻ്റെത്. ഈ ഒരു വഴിയുടെ തുടർച്ചയാണ് അദ്ദേഹം ഏകമതം എന്ന സങ്കല്പത്തിൽ അവതരിപ്പിച്ചത്. അതുകൂടി പറഞ്ഞ് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. 2-3 പേര് കൂടി സംസാരിക്കാനുമുണ്ട്. കലാപരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് അതിദീർഘമായൊരു പ്രസംഗം ഇവിടെ സാധ്യമല്ല. എന്തായാലും ഞാൻ വളരെ ദീർഘമായി സംസാരിക്കണതിൽ അനൗചിത്യം എനിക്കറിയാം. അപ്പോ മതത്തെ സംബന്ധിച്ച് ഗുരു എടുക്കുന്ന നിലപാട്, ഗുരു മതസംബന്ധമായ ചർച്ചകളിൽ ഏർപ്പെടുന്ന കാലത്ത് ഇന്ത്യയിലെ മതസംവാദങ്ങളുടെ സ്വഭാവം വളരെ വ്യത്യസ്തമാണ്. ഇപ്പോ 1924 ആലുവയിലെ സർവമത സമ്മേളനം ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ലോകത്തെ 2ാമത്തെ സർവമത സമ്മേളനമാണ്. 1893 ചിക്കാഗോയില് പാർലമെന്റ് ഓഫ് വേൾഡ് റിലീജിയൻസ് എന്ന പേരിൽ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. കൊളംബസ് അമേരിക്കയിൽ ചെന്നെത്തിയതിന്റെ 400ാം വാർഷികം മുൻനിർത്തിയാണ് ആ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത്. ആ സമ്മേളനത്തിൽ വിവിധ മതങ്ങളുടെ പ്രതിനിധികൾ എത്തിച്ചേരുന്നുണ്ട്. വിവേകാനന്ദൻ അതിൽ പങ്കെടുക്കുന്നുണ്ട്. വിവേകാനന്ദൻ ക്ഷണിക്കപ്പെട്ട് ചെന്ന ആളൊന്നുമല്ല കേട്ടോ. കാലത്ത് അദ്ദേഹം അവിടെ ഉണ്ട്. അവിടെ ചുറ്റിത്തിരിയുന്നതിനിടയിൽ പല ആളുകളുടെ പിന്തുണയും ശുപാർശയും ഒക്കെ കൊണ്ടാണ് വിവേകാനന്ദൻ ആ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത്. ആ പ്രസംഗം പിന്നീട് വിശ്വപ്രസിദ്ധമായി. ഇന്ത്യയിൽ നിന്ന് ഹിന്ദുമതത്തിന്റെ പ്രതിനിധിയായി ഗുജറാത്തിൽ നിന്ന് വേറൊരു സന്യാസിയാണ് ഉണ്ടായിരുന്നത്, വിവേകാനന്ദനല്ല. എന്തായാലും ആ സമ്മേളനത്തിന്റെയും അക്കാലത്തുള്ള പൊതു മതസംവാദങ്ങളുടെയും രീതി എന്തെന്ന് വെച്ചാൽ സ്വന്തം മതത്തിന്റെ മഹിമയെ ഉറപ്പിക്കുക, മറ്റു മതങ്ങളുടെ പോരായ്മകള് ചൂണ്ടിക്കാണിക്കുക. ഇങ്ങനെ സ്വമത സമർത്ഥനവും പരമത ഖണ്ഡനവും എന്നതാണ് അക്കാലത്തുണ്ടായിരുന്ന അടിസ്ഥാന യുക്തി. ഗുരു അത് പിൻപറ്റുന്നതേയില്ല. ഇപ്പൊ കേരളത്തിൽ പോലും ചട്ടമ്പിസ്വാമി അന്ന് എഴുതുന്ന പുസ്തകത്തിന്റെ പേര് ക്രിസ്തുമത ഛേദനം എന്നാണ്.
നാഗർകോവിലും പരിസരങ്ങളിലുമൊക്കെ നാടാർ സമുദായത്തിലും മറ്റും പെട്ട ആളുകൾ ക്രിസ്തുമതത്തിലേക്ക് വലിയ തോതിൽ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലമാണ് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളും. അതിനെതിരെ കൂടിയാണ് ചട്ടമ്പി സ്വാമി ക്രിസ്തുമത ഛേദനം എഴുതുന്നത്. ഇസ്ലാമിനകത്ത് വലിയ നവോത്ഥാന ചിന്തകൾക്ക് തുടക്കം കുറിച്ച വലിയ മാതൃഭാഷാ പ്രവർത്തകനായിരുന്ന ഒരാളായിരുന്നു സനാവുള്ള മക്തി തങ്ങൾ. മക്തി തങ്ങളാണ് നമ്മുടെ നവോത്ഥാന ചർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു ആശയം ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞത്. അദ്ദേഹം വിശ്വാസികളോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മലയാളത്തിൽ പ്രാർത്ഥിക്കണം, അറബിയിൽ പ്രാർത്ഥിക്കരുത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, അറബിയിൽ പ്രാർത്ഥിച്ചാലുള്ള തകരാറ് പ്രാർത്ഥിക്കുന്ന എന്താന്ന് ദൈവത്തിന് മാത്രമേ മനസ്സിലാവൂ, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾക്കും കൂടി മനസ്സിലാവണം. മക്തി തങ്ങൾ പിന്നെ പറയുന്നൊരു വാക്യം, പ്രാർത്ഥിക്കുന്നവനിലും പ്രാർത്ഥിക്കുന്നവളിലും കുടികൊള്ളുന്നതാണ് ദൈവം. ഇത് നവോത്ഥാനം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആശയമാണ്. അതായത് പൗരോഹിത്യമല്ല, യജ്ഞയാഗങ്ങളല്ല, ആചാര സമ്പ്രദായങ്ങളല്ല, മറിച്ച് നിങ്ങളിൽ അനുഭൂതമാകുന്ന ഒന്നാണ് ദൈവം. പ്രാർത്ഥിക്കുന്നവനിൽ കുടികൊള്ളുന്നത്, പ്രാർത്ഥിക്കുന്നവളിൽ കുടികൊള്ളുന്നത്. ഇങ്ങനെ മനുഷ്യരിലാണ് ദൈവം, അല്ലാതെ ഏതോ ആചാര രൂപങ്ങളോ അനുഷ്ഠാന ക്രിയകളോ ഒന്നുമല്ല ദൈവം എന്നൊക്കെ വളരെ ആധുനികമായ ദൈവഭാവനയെ രൂപപ്പെടുത്തിയ ഒരാളാണ് സനാവുള്ള മക്തി തങ്ങൾ. അദ്ദേഹം പക്ഷെ അക്കാലത്ത് ക്രിസ്തുമതത്തിനെതിരെ അദ്ദേഹത്തിന്റെ ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയും അവയൊക്കെ ക്രോഡീകരിക്കപ്പെട്ട ഒരു പുസ്തകം മക്തി തങ്ങളുടേതായിട്ട് പുറത്തു വരികയും ചെയ്തു. അതിന്റെ പേര് കഠോര കുഠാരം എന്നാണ്. ഒരാള് ബോധം കെട്ട് വീഴാൻ ആ പേര് മതി, അങ്ങനത്തെ പേരാ. ഇത് അക്കാലത്ത് ഒരു പൊതുരീതിയാണ്. ഇപ്പോ ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം വായിച്ചു നോക്കിയാൽ ക്രിസ്തുവിനെയും നബിയെയും ഒക്കെ കാര്യബോധമില്ലാത്ത, വിവേകമില്ലാത്ത, അപക്വമതികളായ ആളുകൾ എന്ന നിലയിൽ വളരെ പരുഷമായി വിമർശിക്കുന്ന ഭാഗങ്ങൾ സത്യാർത്ഥ പ്രകാശത്തിൽ ഉണ്ട്. ഇതൊന്നും കുറ്റമല്ല, ആ കാലത്തിന്റെ പൊതുരീതിയാണ്. അങ്ങനെ ഒരു പൊതുരീതി നിലനിൽക്കുന്ന കാലത്താണ് ഗുരു പക്ഷെ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തത്. ഗുരു അങ്ങനെ ഓരോ മതത്തിനും സവിശേഷമായി ഉണ്ട് എന്ന് പറയുന്ന വിശേഷ അവകാശങ്ങളെ തള്ളുകയും എല്ലാ മതങ്ങളും ചേർന്ന് നിൽക്കാവുന്ന ഒരിടം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് മതത്തിലുള്ളതാണോ എന്ന് ചോദിച്ചാൽ മതത്തിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാന്നേ ഉള്ളൂ. പക്ഷെ ഗുരു അതിനെയാണ് മതമായി കണ്ടത്. കാരണം ഒരു മതത്തെ സൂക്ഷിച്ചു നോക്കിയാല് നിങ്ങൾക്ക് മതത്തിൽ 4-5 ഘടകങ്ങൾ കാണാം. ഇപ്പൊ എല്ലാ മതങ്ങൾക്കും അതത് മതങ്ങളുടെ ദൈവദർശനമുണ്ട്, ദൈവശാസ്ത്രം, തിയോളജി. ഓരോ മതവും ദൈവത്തെയും പ്രപഞ്ചത്തെയും വ്യക്തിസ്വരൂപത്തെയും ഒക്കെ വിശദീകരിക്കുന്ന ദാർശനികമായ ചില ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതാണ് ദൈവശാസ്ത്രം. രണ്ടാമത്, ഓരോ മതത്തിനും അതത് മതങ്ങളുടേതായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. എങ്ങനെയാണ് ജനനം, മരണം, വിവാഹം, ഇതിനോടൊക്കെ ബന്ധപ്പെട്ട ആചാരങ്ങളുടെ വലിയൊരു ലോകം ഓരോ മതവും ഓരോ നിലയ്ക്ക് നിലനിർത്തി പോരുന്നുണ്ട്. മൂന്നാമത്, എല്ലാ മതങ്ങൾക്കും അതത് മതങ്ങളുടേതായ പൗരോഹിത്യ സമ്പ്രദായങ്ങളുണ്ട്. പുരോഹിതന്മാര് പ്രത്യേക വസ്ത്രം ധരിക്കുക, പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുക, അങ്ങനെ ഓരോ മതവും അതത് മതങ്ങൾക്കിണങ്ങുന്ന പൗരോഹിത്യ രീതി ഉണ്ടാക്കുന്നുണ്ട്. നാലാമത്, ഓരോ മതത്തിനും അതത് മതങ്ങളുടേതായ സ്ഥാപനങ്ങളും ആശ്രമങ്ങളോ ദേവാലയങ്ങളോ ഒക്കെയും ഉണ്ട്. ഇതെല്ലാ മതങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാവുന്ന കാര്യം, ഇതൊന്നും ഒരു മതത്തിലും മറ്റൊരു മതത്തിൻ്റെതുപോലെയല്ല. ഒരു മതത്തിന്റെ ആചാരവും മറ്റൊരു മതത്തിന്റെ ആചാരമല്ല. ഒരു മതത്തിന്റെ ദൈവദർശനവും മറ്റൊരു മതത്തിന്റെ ദൈവദർശനമല്ല. ഒരു മതപൗരോഹിത്യ സമ്പ്രദായവും മറ്റൊരു മതപൗരോഹിത്യവുമായി 100% ഒത്തുപോവില്ല. ഒരു മതത്തിന്റെ ആരാധനാ കേന്ദ്രവും മറ്റൊരു മതത്തിന്റെ ആരാധനാ കേന്ദ്രമാവില്ല. അതുകൊണ്ട് മതങ്ങളെ ഈ പറഞ്ഞ ഘടകങ്ങൾ, ദൈവശാസ്ത്രം, ആചാര പാരമ്പര്യങ്ങൾ, പൗരോഹിത്യം, സ്ഥാപന രൂപങ്ങൾ തുടങ്ങി മതങ്ങളെ നാം ദൈനംദിനം കണ്ടുമുട്ടുന്ന ഏത് ഘടകത്തോട് ബന്ധിപ്പിച്ച് മതത്തെ കാണാൻ ശ്രമിച്ചാലും ഒരു മതം മറ്റൊരു മതവുമായി ഇണങ്ങില്ല. മതങ്ങൾ അന്യോന്യം പുറന്തള്ളും. ഒരു മതം മറ്റൊരു മതത്തെ ടെക്നിക്കലി പറഞ്ഞാൽ എക്സ്ക്ലൂഷനാണ്. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ പുറന്തള്ളലാണ്. അത് ഇതിനെ ഉൾക്കൊള്ളില്ല. എക്സ്ക്ലൂസീവായ ഒരു ഐഡന്റിറ്റിയാണ് ഈ ഘടകങ്ങളിൽ ഓരോ മതത്തിനും ഉള്ളത്. CV കുഞ്ഞിരാമൻ എന്നു പേരായ ഗുരുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാള്, അദ്ദേഹം നാരായണ ഗുരുവുമായി നടത്തിയ സംഭാഷണത്തിൽ ഒരു സ്ഥലത്ത് ചോദിക്കുന്നത്, സ്വാമി പറഞ്ഞതില് മനുഷ്യരൊരു ജാതിയാണ് എന്ന കാര്യം വ്യക്തമാണ്.
കാരണം ശരീരമാണ്. ദൈവം ഒന്നാണ് എന്ന് പറഞ്ഞതും ഏകദേശം വ്യക്തമാണ്, ഒരു ചൈതന്യം എന്ന് സങ്കല്പിക്കാം. പക്ഷെ മതങ്ങൾ ഒന്നാണ് എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും? പല മതങ്ങൾ, പല ആചാരങ്ങൾ, പല പാരമ്പര്യങ്ങൾ, പല അനുഷ്ഠാന രീതികൾ, ഇതൊക്കെയാണല്ലോ ഉള്ളത്. പിന്നെ എങ്ങനെയാണ് മതങ്ങൾ ഒന്നാണ് എന്ന് പറയുക? ഇതിന് നൽകുന്ന ഉത്തരത്തിലാണ് പല മതസാരവും ഏകം എന്ന തൻ്റെ തത്വത്തെ ഗുരു ആഴത്തിൽ അഴിച്ചു കാണിക്കുന്നത്. ഗുരു സി വിയോട് ചോദിക്കുന്ന ചോദ്യം, എന്തിനെയാണ് നമ്മൾ മതമായി കാണുന്നത്? എന്താണ് മതം? തുടർന്ന് അദ്ദേഹം ഒരു ഉദാഹരണ രൂപത്തിൽ പറയുന്നത്, ക്രിസ്തു മതം സ്നേഹമാണ് എന്ന് പറയുന്നു. മുഹമ്മദ് മതം, ഇസ്ലാമിനെ അദ്ദേഹം അങ്ങനെയാണ് വിശേഷിപ്പിക്കുക, മുഹമ്മദ് മതം സാഹോദര്യമാണ് എന്ന് കാണുന്നു. പിന്നെ ഒരു വാക്യം, സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ സാധ്യമല്ലെന്നിരിക്കെ മതഭേദങ്ങൾക്ക് എന്താണ് അർത്ഥം? ഇവിടെ ഗുരു ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, മതത്തെ അതിൻ്റെ പരമ്പരാഗതവും രൂപപരവുമായ ഘടകങ്ങളിൽ നിന്ന്, പൗരോഹിത്യം, ആചാരങ്ങൾ, സ്ഥാപന രൂപങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് മതത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് മതത്തെ അവ മുന്നോട്ട് വയ്ക്കുന്ന ചില ധാർമ്മിക മൂല്യങ്ങളായിട്ട് മാറ്റുന്നു. ക്രിസ്തു മതം സ്നേഹമാണ് എന്ന് പറയുന്നു. സ്നേഹത്തിന്റെ സവിശേഷത എന്താന്ന് വെച്ചാൽ, അതൊരു മതത്തിന്റെ മൂല്യമാണെങ്കിലും അല്ലെങ്കിലും മനുഷ്യവംശത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തും നിലനിൽക്കാൻ യോഗ്യമാണ്, എവിടെയും സാധുവാണ്. അതായത് മതങ്ങൾക്ക് സാർവലൗകികമായ നിലനിൽപ്പ് അവകാശപ്പെടാൻ കഴിയുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അത് മൂല്യങ്ങളുടേതാണ്, ആചാരങ്ങളൊന്നുമല്ല. ആചാരങ്ങളെ ഒന്നും ഗുരു അങ്ങനെ വലിയ തോതിലൊന്നും മാനിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോ ശിവഗിരി തീർത്ഥാടനം മിനിയാന്നാണല്ലോ തുടങ്ങിയത്, ജനുവരി 1-ാം തീയതി. കിട്ടൺ റൈറ്ററും വല്ലഭശ്ശേരി വൈദ്യരും എന്ന് പറയുന്ന രണ്ട് ഗുരുവിന്റെ അനുയായികൾ ചേർന്നിട്ടാണ് ഇതേക്കുറിച്ചുള്ള ആലോചന ആദ്യം നടത്തുന്നതും ഗുരുവിനെ കാണാൻ ചെല്ലുന്നതും. ഗുരുവിനോട് സംഭാഷണ മധ്യേ ഈ ആലോചനയൊക്കെ അവതരിപ്പിച്ചു. ശിവഗിരി തീർത്ഥാടനത്തെ കുറിച്ച് തീരുമാനമൊക്കെ എടുത്ത് ഏറ്റവും അവസാനം അവർ ഗുരുവിനോട് പറഞ്ഞു, സ്വാമി അതിനൊരു ദിവസം നിശ്ചയിക്കണം, ഒരു മുഹൂർത്തം പറയണം എന്ന് പറഞ്ഞു. ഗുരു ഒട്ടും സംശയമില്ലാതെ എടുത്ത വഴിക്ക് പറഞ്ഞ വാക്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനുവരി 1-ാം തീയതി ആയിക്കോട്ടെ, യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പല്ലേ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ശിവഗിരി തീർത്ഥാടനം ജനുവരി 1 എന്ന് തീരുമാനിക്കപ്പെട്ടത്. അല്ലാതെ ഒരു ജ്യോതിഷവും നോക്കിയിട്ടല്ല, ഒരു ജാതകവും നോക്കിയിട്ടല്ല, ഒരു മുഹൂർത്തം ഉണ്ടായിട്ടല്ല. ഗുരു ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ മരിച്ചാൽ കുഴിച്ചിടണോ മരിച്ചാല് സംസ്കരിക്കണോ എന്നൊരു തർക്കം വന്ന് ഗുരുവിന്റെ മുമ്പിലെത്തിയപ്പോൾ ഗുരു പറഞ്ഞു, ചക്കിലിട്ടാട്ടി എണ്ണയാക്കിയാൽ മതി. അപ്പൊ ചോദിച്ച ആൾ അയ്യോ എന്ന് പറഞ്ഞപ്പോ ഗുരു പറഞ്ഞു, എന്താ നോവോ എന്ന് ചോദിച്ചു. ആചാരങ്ങൾ ഒന്നും ഗുരു തള്ളിപ്പറയുന്നൊന്നുമില്ല, പക്ഷെ ആചാരങ്ങൾക്ക് പരമപ്രാധാന്യം നൽകുകയും ധാർമ്മിക മൂല്യങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്ന മതം പാഴാണ് എന്ന കാര്യത്തിൽ ഗുരുവിനൊരു സംശയം ഉണ്ടായിരുന്നു. ഗുരുവിനെ സംബന്ധിച്ച് ക്രിസ്തുമതം സ്നേഹമാണ്, ഇസ്ലാം സാഹോദര്യമാണ്, ബുദ്ധമതം കരുണയാണ്, വേദാന്ത ഹിന്ദുമതം ഏകമാണ്. അതുകൊണ്ടാണ് താൻ വേദാന്തി ആയതുകൊണ്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞത്. ഒരു ദൈവം അവസാനത്തെയാണ്, ഒന്നാമത്തത് ഒരു ജാതിയാണ്. കാരണം രണ്ടായിട്ടല്ല, 2000-മായി എത്രയോ തട്ടുകളായി പിളർന്നു കിടക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ചിട്ട് ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ഏകം എന്ന ഒരു അമൂർത്ത തത്വത്തിലേക്ക് അദ്വൈതത്തെ അദ്ദേഹം ഒതുക്കുന്നില്ല. അദ്ദേഹം അദ്വൈതി തന്നെയാണ്. പക്ഷെ അദ്വൈതത്തിന് സാമൂഹ്യമായ ഒരു തലം കൂടിയുണ്ട്. സാമൂഹികം ആധ്യാത്മികം എന്ന വിഭജനം വാസ്തവത്തിൽ ഗുരുവിന്റെ വീക്ഷണത്തിൽ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മതങ്ങളെ അവയുടെ അന്യോന്യം പുറന്തള്ളുന്ന ഘടകങ്ങളിൽ ഒതുക്കി നിർത്താതെ, അല്ലെങ്കിൽ ചരിത്രപരവും സാമൂഹികവുമായി മതങ്ങൾക്ക് കൈവന്ന പ്രത്യേകമായ പരിവേഷങ്ങളിൽ മതങ്ങളെ കെട്ടിത്തളയാൻ അനുവദിക്കാതെ, മതങ്ങളെ അവയുടെ സമുന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ എന്ന നിലയിലേക്ക് ഉയർത്തുകയും ഒരു മൂല്യവ്യവസ്ഥ മറ്റൊരു മൂല്യവ്യവസ്ഥക്കെതിരല്ല എന്ന് സ്ഥാപിക്കുകയുമാണ് ഗുരു ചെയ്യുന്നത്. സ്നേഹം സാഹോദര്യത്തിനെതിരല്ല, സാഹോദര്യം കരുണയ്ക്കെതിരല്ല, കാരുണ്യം ഏകതയ്ക്ക് എതിരല്ല. അനുകമ്പാദശകം നോക്കിയാൽ അനുകമ്പയാണ് പ്രധാനം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഗുരു എന്താണ് അനുകമ്പ എന്ന് വിശദീകരിക്കുമ്പോൾ എല്ലാ മതതത്വങ്ങളെയും ഗുരു അനുകമ്പയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് കാണാൻ പറ്റും. പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ, ശ്രീകൃഷ്ണനാണ് ഗീതോപദേശം നൽകിയ
ശ്രീകൃഷ്ണൻ പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ ഭൂതദയാ ക്ഷമാബ്ധിയോ സരളാദ്വയ ഭാഷ്യകാരനോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്നിങ്ങനെ കരുണാവാനായ നബിയായിട്ടും പരമേശ പവിത്രപുത്രനായ ക്രിസ്തുവായിട്ടും ഭൂതദയാ ക്ഷമാബ്ധിയായ ബുദ്ധനായിട്ടും സരളാദ്വയ ഭാഷ്യകാരനായ ശങ്കരാചാര്യരായിട്ടും പരമാർത്ഥമുരച്ച് തേർവിടുന്ന പൊരുളായ ശ്രീകൃഷ്ണനായിട്ടുമൊക്കെ പിറന്നത് പരമാത്ഭുത ദാനദേവത തരുവോ ഈ അനുകമ്പയാണ്ടവൻ. അനുകമ്പയാണ്. എന്താണ് അനുകമ്പ? തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് നിരന്തരമായി കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന സ്നേഹാനുഭവത്തിന്റെയും മറ്റൊരാളുടെ ദുഃഖത്തെ തൻ്റെ ദുഃഖമാക്കി അനുഭവിക്കാനുള്ള കഴിവിൻ്റെയും പേരാണ് അനുകമ്പ. ലളിതമായി പറഞ്ഞാൽ തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്ക് തന്നെ തുറന്നിടാൻ കഴിയുന്ന ഒരു ആത്മീയമായ അനുഭൂതിയായിട്ടാണ് ഗുരു അനുകമ്പയെ കണ്ടത്. ആ അനുഭൂതിയാകട്ടെ അതിൽ തന്നെ സാമൂഹികവുമാണ്, ദൈവികവുമാണ്. അതുകൊണ്ട് ഗുരുവിന് സാമൂഹികതയിലേക്ക് നീങ്ങാൻ ദൈവത്തെ നിഷേധിക്കേണ്ട, ദൈവികതയിലേക്ക് നീങ്ങാൻ സാമൂഹികതയെയും നിഷേധിക്കേണ്ട. അക്കാലം വരെ നിലനിന്ന സാമൂഹികം, ദൈവികം, ആധ്യാത്മികം, ഭൗതികം എന്നെല്ലാമുള്ള ബൈനറികൾക്ക്, പരസ്പര വൈരുദ്ധ്യങ്ങൾക്ക് കുറുകെ ഇവ ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവ മണ്ഡലത്തെ ഗുരു നിർദ്ധാരണം ചെയ്തെടുക്കുകയും അതിനെ മതത്തിന്റെ കാതലാക്കി മാറ്റുകയും ചെയ്തു. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, സ്നേഹമാണ്, സാഹോദര്യമാണ് മതമെങ്കിൽ ഒരു മതം മറ്റൊരു മതത്തിന് എതിരല്ല. ഇങ്ങനെ മതം എന്നതിനെ അക്കാലം വരെ മതമായി മനസ്സിലാക്കപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ മുതൽ ദൈവശാസ്ത്രം വരെയുള്ള പരമ്പരാഗത ഘടകങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മതത്തെ ആധുനികവും സാർവലൗകികവും എക്കാലത്തും നിലനിൽക്കാൻ യോഗ്യവുമായ മൂല്യങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കാനാണ് ഗുരു ശ്രമിച്ചത്. ഈ മൂല്യങ്ങൾ എന്ന നിലയിലാണ് മതങ്ങൾക്ക് പരസ്പര പൂരകത്വമുള്ളത്. അവിടെയാണ് ഒരു മതം മറ്റൊരു മതത്തെ പുറന്തള്ളാത്തത്. പല മതസാരവുമേകം എന്നായിത്തീരും. അതുകൊണ്ട് ഗുരുവിന്റെ മതദർശനം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുമ്പോൾ തെറ്റായി മനസ്സിലാക്കുന്നത് പോലെ എല്ലാ മതങ്ങളും അന്യോന്യം പരസ്പരം സഹിച്ചു കഴിയുക, സഹിഷ്ണുതയോടെ ഒത്തൊരുമയോടെ പോവുക എന്ന ഔപചാരിക അർത്ഥത്തിലല്ല, മറിച്ച് ആധുനികമായ ഒരു ഉള്ളടക്കത്തിലേക്ക് മതത്തെ തന്നെ ഭവപരമായി പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് ഗുരു തൻ്റെ മതവീക്ഷണത്തെ അവതരിപ്പിക്കുന്നത്. ഈ മതവീക്ഷണം പരമ്പരാഗതമായി നിലനിന്ന ഏതെങ്കിലും ഒരു മതത്തിന്റെ തുടർച്ചയല്ല. അതും കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. അപ്പൊ ഗുരുവിനെ ഹിന്ദു മതത്തിന്റെ പ്രതിനിധിയാക്കാനും അദ്ദേഹത്തെ ഹൈന്ദവമായ ആചാരാനുഷ്ഠാനങ്ങളുടെ നടത്തിപ്പുകാരനാക്കാനും ഒക്കെയുള്ള വ്യാപകമായ ശ്രമങ്ങൾ നടന്നു വരുന്ന ഒരു കാലമാണ്. സനാതന ധർമ്മം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ചർച്ചകളിലൊക്കെ ഉയർന്നു വന്ന ഒരാശയമാണ്. സനാതന ധർമ്മം എന്ന പേരിട്ട് വിളിച്ച് പരമ്പരാഗതമായ വർണ്ണവ്യവസ്ഥയെയും ജാതിബന്ധങ്ങളെയും ഒക്കെ മറച്ചു വെക്കുന്ന ഒരു പദപ്രയോഗത്തിനുള്ളിൽ ചില അമൂർത്തമായ തത്വങ്ങളെ അവതരിപ്പിച്ച് അതാണ് മതം എന്ന് സ്ഥാപിച്ച് ആ സനാതന മതത്തിന്റെ പ്രതിനിധിയാണ് ഗുരു എന്നെല്ലാം വിശദീകരിക്കാൻ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാതെ ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രത്യേകിച്ച് എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സനാതന ധർമ്മം എന്ന വാക്ക് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വേരുപിടിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ചരിത്രഘട്ടത്തിലാണ്. അത് 19-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ടിൽ ഹിന്ദുമതത്തിനകത്തെ അനാചാരങ്ങൾക്കെതിരെ ആര്യസമാജവും ബ്രഹ്മസമാജവും പോലുള്ള പ്രസ്ഥാനങ്ങൾ വലിയ പരിഷ്കരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും മതത്തിനുള്ളിൽ മതപാരമ്പര്യത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്ത സമയത്ത് മതത്തിന്റെ പാരമ്പര്യ സംരക്ഷണാർത്ഥം ഉയർന്നു വന്ന ഒരു വാക്കാണ് സനാതനധർമ്മം എന്നത്. ആ വാക്ക് മുമ്പേ ഉണ്ട്. നിശ്ചയമായും മനുസ്മൃതിയിൽ അതിനോട് ചേർന്ന് പോകുന്ന ധർമ്മോ സനാതന എന്ന പ്രയോഗമുണ്ട്. ബുദ്ധമത പാരമ്പര്യത്തിലും ധമ്മോ സനാതനം എന്ന പ്രയോഗമുണ്ട്. മഹാഭാരതത്തിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ സനാതനം, ധർമ്മം എന്നീ വാക്കുകൾ വന്നു പോകുന്നുണ്ട്. പക്ഷെ സനാതന ധർമ്മം എന്നത് ഹിന്ദുമതത്തെ സൂചിപ്പിക്കുന്ന സവിശേഷമായ ഒരു പ്രയോഗമായി തീരുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ ഒരു മതവ്യവഹാരത്തിനുള്ളിലാണ്.
അത് ഇതര മതങ്ങൾ ഹിന്ദു മതത്തിനെതിരെ ഉയർത്തിയ വിമർശനത്തെ പ്രതിരോധിക്കാനും മതങ്ങൾക്കകത്ത് നടന്ന പരിഷ്കരണപരമായ ശ്രമങ്ങൾക്കെതിരെ പരമ്പരാഗതമായ മതമൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്ന നിലയിലും പരമ്പരാഗത മതവീക്ഷണത്തിന് മറയായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഒരു പേരായിട്ടാണ് സനാതന ധർമ്മം എന്ന വാക്ക് വന്നത്. അതിനൊരു കാരണമുള്ളത് ഈ ഹിന്ദു എന്ന വാക്ക് തന്നെ വാസ്തവത്തിൽ ഭാരതീയമല്ല, അത് ഇന്ത്യയിലുണ്ടായ ഒരു വാക്കല്ല, അതൊരു പേർഷ്യൻ വാക്കാണ്. അപ്പൊ തദ്ദേശീയമായ ഒരു മതത്തെ സൂചിപ്പിക്കാൻ വൈദേശികമായ ഒരു വാക്കാണെങ്കിൽ ആ മതത്തിന്റെ തന്നെ ആധികാരികതയ്ക്ക് അതൊരു പോരായ്മയാണല്ലോ. നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതമാണ് എന്ന് അവകാശപ്പെടുകയും മതത്തിന്റെ പേര് തന്നെ പാശ്ചാത്യമായി തീരുകയും നാട്ടിന് പുറത്തുനിന്ന് വന്ന പേരാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ അവകാശവാദത്തിന് വലിയൊരു ബലം ഉണ്ടാവില്ല. അതുകൊണ്ട് കൂടിയാണ് ഹിന്ദുയിസം എന്നതിന് പകരം സനാതന ധർമ്മം എന്ന പ്രയോഗം അക്കാലത്ത് വരികയും ക്രിസ്ത്യാനിറ്റിക്കെതിരെയും മിഷണറി പ്രവർത്തനങ്ങൾക്കെതിരെയും ഹിന്ദുമതത്തിനകമേ തന്നെ ഉണ്ടായ പരിഷ്കരണപരമായ നിലപാടുകൾക്കെതിരെയും മതത്തിന്റെ പരമ്പരാഗതമായ മൂല്യങ്ങളുടെ ആകത്തുക എന്ന മട്ടിൽ സനാതന ധർമ്മം എന്ന പ്രയോഗം ഉറക്കുകയും ചെയ്തത്. ഈ സനാതനധർമ്മം എന്ന് വിശേഷിപ്പിക്കാവുന്നത് എന്തിനെയാണ്? എന്തുകൊണ്ടാണ് സനാതനം എന്ന് ഹിന്ദുമതത്തിന്റെ ബ്രാഹ്മണ മതത്തിന്റെ വക്താക്കൾ അതിനെ വിശേഷിപ്പിക്കുന്നത്? മാറ്റമില്ലാത്തത്, അചാല്യമായത്, ഒരു ഘട്ടത്തിലും ഇളകാത്തത് എന്നൊക്കെ അവർ കരുതുന്ന ചില തത്വങ്ങളാണ് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം എന്ന് കരുതുന്നത് കൊണ്ടാണ്. എന്താണ് ആ തത്വങ്ങൾ? അതിനെയാണ് പൊതുവെ മന്ത്രങ്ങൾ എന്ന് പറയുക. മന്ത്രങ്ങളെ കുറിച്ച് ഇന്ത്യയിലുള്ളൊരു വിശ്വാസം, മന്ത്രങ്ങളെല്ലാം രചിച്ചവർ മന്ത്രസ്രഷ്ടാക്കളല്ല, മന്ത്രദ്രഷ്ടാക്കളാണ് എന്നാണ്. ദ്രഷ്ടാവും സൃഷ്ടാവും തമ്മിൽ വ്യത്യാസമുണ്ട്. സൃഷ്ടാവ് സൃഷ്ടിക്കുന്ന ആളാണ്, ദ്രഷ്ടാവ് കാണുന്ന ആളാണ്. ഇപ്പോ ന്യൂട്ടൺ ഗുരുത്വാകർഷണം കണ്ടെത്തി എന്ന് പറയുന്ന സമയത്ത് ന്യൂട്ടൺ സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്, ഉള്ളത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ന്യൂട്ടന് മുമ്പ് ഗുരുത്വാകർഷണമുണ്ട്, ന്യൂട്ടൺ അതിനെ കണ്ടെത്തുകയും അത് വിശദീകരിക്കുകയും ചെയ്യുന്നു. അതുപോലെ മന്ത്രങ്ങളിൽ വിശദീകരിക്കുന്ന തത്വങ്ങളൊക്കെ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണെന്നും അത് കണ്ടെത്തുക മാത്രമാണ് ഋഷിമാർ ചെയ്യുന്നത് എന്നും അല്ലാതെ അവരായി എഴുതി ഉണ്ടാക്കുകയല്ലെന്നുമുള്ള വിശ്വാസമാണ് ഈ ദ്രഷ്ടാവ് എന്ന പ്രയോഗത്തിന്റെ പിന്നിലെ താല്പര്യം. അതായത് മന്ത്രങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന തത്വങ്ങളൊക്കെ ശാശ്വതമാണ്, അചാല്യമാണ്, മാറ്റമില്ലാത്തതാണ് എന്ന ധാരണയാണ് മന്ത്രദ്രഷ്ടാവ് എന്ന സങ്കല്പത്തിനും മന്ത്രങ്ങളെ മുൻനിർത്തുന്ന ഒരു ആശയവ്യവസ്ഥയ്ക്ക് സനാതനം എന്ന വിശേഷണത്തിനും കാരണമായത്. എന്താണ് ഈ മന്ത്രങ്ങൾ പറയുന്നത്? എല്ലാ മന്ത്രങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും പഴയ മന്ത്രം എന്ന് വേദമെന്ന് കരുതപ്പെടുന്ന ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം, ആ പുരുഷ സൂക്തം തന്നെ വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണരും, ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയരും, തുടയിൽ നിന്ന് വൈശ്യരും, പാദങ്ങളിൽ നിന്ന് ശൂദ്രരും ഉണ്ടായി എന്ന് വിശദീകരിക്കുന്നു. വർണ്ണധർമ്മത്തെയും വർണ്ണധർമാധിഷ്ഠിതമായ അസമത്വത്തെയും ശാശ്വതീകരിക്കുന്ന ഒന്നാണ് ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ പുരുഷ സൂക്തം. ഇത്തരത്തിൽ ജാതി വർണ്ണ ബന്ധങ്ങളെ പറഞ്ഞുറപ്പിക്കുന്ന എത്രയെങ്കിലും നിരീക്ഷണങ്ങൾ നമുക്ക് വൈദിക പാരമ്പര്യത്തിൽ കാണാൻ പറ്റും. ഈ വൈദിക പാരമ്പര്യത്തെ ആകെ ചേർത്ത് വച്ച് അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു മൂല്യവ്യവസ്ഥ, അചാല്യം, മാറ്റമില്ലാത്തത്, കാലാതീതം എന്ന് നിലനിൽക്കേണ്ടുന്ന ധാർമ്മിക ക്രമം എന്ന നിലയിലാണ് എറ്റേണൽ ഓർഡർ, ശാശ്വതമായ ക്രമം എന്ന നിലയിലാണ് സനാതന ധർമ്മം എന്ന പദം ഉപയോഗിക്കപ്പെട്ടത്. 19-ാം നൂറ്റാണ്ടിൽ മതവ്യവഹാരത്തിൽ ആ പ്രയോഗം ഉറയ്ക്കുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് സനാതന ധർമ്മം എന്ന പദത്തിന്റെ പ്രത്യക്ഷാർത്ഥത്തിനുള്ളിൽ ജാതിബന്ധങ്ങളുടെയും വർണ്ണധർമ്മങ്ങളുടെയും സുദീർഘമായ ഒരു ചരിത്രം മറഞ്ഞു കിടപ്പുണ്ട്. ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം മുതൽക്കിങ്ങോട്ട് മനുഷ്യരെ പല തട്ടുകളായും ജാതികളായും വിഭജിക്കുന്ന ഒരു പാരമ്പര്യം പ്രബലമായിട്ട് നിലനിൽക്കുന്നുമുണ്ട്. ഈ ജാതി വിവേചനത്തെയും വർണ്ണധർമ്മത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു പാരമ്പര്യത്തോടാണ് ഒരു ഭാഗത്ത് ജാതി വിമർശനം നടത്തിക്കൊണ്ടും ജാതി പോകണം എന്ന് മറയില്ലാതെ പറഞ്ഞുകൊണ്ടും
മറുഭാഗത്ത് മതം ഏകമായ ഒരു മൂല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഗുരു എതിരിടാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഗുരുവിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ സനാതനധർമ്മം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വർണ്ണധർമാധിഷ്ഠിതമായ ഒരു മതവീക്ഷണത്തിന്റെ ഉള്ളിൽ നടത്തിയ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പാണ്. അതിൻ്റെ രണ്ടാധാരങ്ങളെയും ഗുരു നിരസിക്കുന്നുണ്ട്. അതിലെ ജാതിബന്ധത്തെ ഗുരു സമ്പൂർണമായി തള്ളിക്കളയുന്നുണ്ട്. അതിൻ്റെ മതസങ്കല്പത്തെയും ഗുരു തള്ളിക്കളയുന്നുണ്ട്. ആ തള്ളിക്കളയലിന്റെ ഭാഗമായിട്ടുള്ള ഒരു വാക്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. CV കുഞ്ഞിരാമനുമായുള്ള സംഭാഷണത്തിൽ ഗുരു പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ എന്തിനെയാണ് മതമായി കാണുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചിട്ട് പിന്നെ ഗുരു ചോദിക്കുന്നത്, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ വാക്യ എന്താണ് ഹിന്ദുമതം? ശൈവം, വൈഷ്ണവം, ശാക്തേയം, ബൗദ്ധം, ജൈനം, താന്ത്രികം എന്നിങ്ങനെ പല കാലങ്ങളിൽ രൂപപ്പെട്ടു വന്ന ക്രമങ്ങളെ കൂട്ടിയിണക്കി ഹിന്ദുമതം എന്നൊറ്റ പേരിട്ട് വിളിക്കുകയല്ലേ ചെയ്തത്? തുടർന്ന് ഗുരു ചോദിക്കുന്നു, ഇങ്ങനെ പല കാലങ്ങളിൽ പല ആചാര്യന്മാരുണ്ടാക്കിയ ക്രമങ്ങളെ കൂട്ടിയിണക്കി ഒരു മതമെന്നൊറ്റ പേരിട്ട് വിളിക്കാമെങ്കിൽ പല മതങ്ങളിലെ മൂല്യങ്ങളെ കൂട്ടിയിണക്കി ഏകമതം എന്ന് സങ്കല്പിച്ചാൽ എന്താണ് തകരാറ്? നിങ്ങളുടെ ഏകമതം അത് ഹിന്ദു എന്ന് നിങ്ങൾ കരുതിയാലും സാർവലൗകിക ഏകമതം എന്ന് കരുതിയാലും രണ്ടും ഭാവനാത്മകാണ്. അങ്ങനെ ഒരു മതം ഇല്ല. ഇപ്പോ മധ്യകാലത്തിന് തൊട്ടടുത്ത് ചേർത്ത് വെച്ച് നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ യുദ്ധം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലൊന്നും അല്ലല്ലോ, ശൈവരും വൈഷ്ണവരും തമ്മിലാണ്. ശൈവ വൈഷ്ണവ സംഘട്ടനം എന്ന് പറയുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എത്രയോ പ്രബലമാണ്. ശൈവർ വൈഷ്ണവരെയും വൈഷ്ണവർ ശൈവരെയും നിരന്തരം വേട്ടയാടി കൊന്നതിന്റെ കഥകൾ നമുക്ക് എത്രയെങ്കിലും കാണാം. ബൗദ്ധരെ ബ്രാഹ്മണ മതം വേട്ടയാടിയതിന്റെ ചരിത്രം നമുക്ക് കാണാം. ശങ്കരാചാര്യരെ കുറിച്ച് വിവേകാനന്ദൻ തന്നെ പറയുന്ന ഒരു വാക്യമുണ്ട്. വിവേകാനന്ദൻ പറയുന്നത്, ശങ്കരനെ നോക്കൂ, എന്തൊരു പാണ്ഡിത്യമാണ്, എന്തൊരു തർക്കബുദ്ധിയാണ്, പക്ഷെ കാരുണ്യമില്ല. വിവേകാനന്ദന്റെ വാക്യം. തർക്കത്തിൽ തോറ്റു എന്ന് പറഞ്ഞ് തീയിൽ ചാടി ചാകാൻ പോന്നത്ര മണ്ടന്മാരായിരുന്നു ബൗദ്ധരും. അതും വിവേകാനന്ദൻ പറയുന്നുണ്ട്. ഇമാതിരിയുള്ള മതബോധത്തിന്റെ അസഹിഷ്ണുതയ്ക്കെതിരെ കൂടിയാണ് ഗുരു ഏകമതം എന്ന് പറഞ്ഞത്. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുമതത്തിന്റെ ശത്രുമതങ്ങളായി സങ്കല്പിക്കപ്പെടുകയും ക്രിസ്തുമതഛേദനവും കഠോര കുഠാരവും പോലുള്ള കൃതികളൊക്കെ രചിക്കപ്പെടുകയും ചെയ്ത അതേ കാലത്താണ് ഗുരു പരമേശ പവിത്രപുത്രൻ എന്ന് ക്രിസ്തുവിനെയും കരുണാവാൻ നബി മുത്തുരത്നം എന്ന് മുഹമ്മദിനെയും വിശേഷിപ്പിച്ചത്. ഇങ്ങനെ വിശേഷിപ്പിക്കാൻ പോന്ന മട്ടിൽ മതങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം നിറഞ്ഞ ഏകമതം എന്ന സങ്കല്പമാണ്. അല്ലാതെ വർണ്ണധർമാധിഷ്ഠിതവും ജാതിബന്ധങ്ങൾ വേരുപിടിച്ച് നിൽക്കുന്നതുമായ സനാതനധർമ്മം എന്ന ആശയമല്ല ഗുരു പിൻപറ്റാൻ ശ്രമിച്ചത്. ഇന്ന് സനാതനധർമ്മം എന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 19-ാം നൂറ്റാണ്ടിൽ ഈ വാക്ക് നമ്മുടെ പൊളിറ്റിക്കൽ റിലീജിയസ് ഡിസ്കോഴ്സിലേക്ക് തള്ളിക്കേറി വരുന്നതിന്റെ കാരണം തന്നെ ഈ ജാതിപരവും വർണ്ണപരവുമായ വിഭജനങ്ങൾക്കെല്ലാം മുകളിൽ ഒരു പൊതു തത്വത്തിന്റെ ആവരണം അണിയിക്കുക എന്ന നിലയ്ക്കായിരുന്നു. അത് ധാർമ്മികവും ശാശ്വതവുമായ ചില മൂല്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പുറമേക്ക് പറയാൻ ശ്രമിക്കുകയും ഫലത്തിൽ പുരുഷസൂക്തം മുതൽ ആരംഭിക്കുന്ന വർണ്ണവിഭജനത്തിന്റെയും ജാതി വിദ്വേഷത്തിന്റെയും ചരിത്രത്തെ അതിനുള്ളിൽ ഒളിപ്പിച്ചു നിർത്തുകയുമാണ് ചെയ്തത്. ഈ പാരമ്പര്യത്തോടാണ് ഗുരു ഇടഞ്ഞത്. അതുകൊണ്ട് ഗുരുവിനെ സംബന്ധിച്ച് മുമ്പ് നിലനിന്ന ഏതെങ്കിലും ഒരു മതപാരമ്പര്യത്തിന്റെ സ്വാഭാവികമായ ഒരു എക്സ്റ്റൻഷനാണ്, തുടർച്ചയാണ് താൻ എന്നൊരു ബോധ്യവുമില്ല. അക്കാര്യം 1915 ജൂലൈ 15 പട്ടത്താനത്ത് നടത്തിയ പ്രസംഗത്തിൽ ഗുരു കൃത്യമായി പറയുന്നുണ്ട്. ഇന്ന് നിലവിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് പ്രത്യേകിച്ചൊരു സംബന്ധവുമില്ല എന്ന കാര്യം. ഇത് ഗുരുവിന്റെ വാക്യാണ്, ഞാനായിട്ട് പറഞ്ഞുണ്ടാക്കണമെന്നല്ല. ആ വാക്യത്തിലാണ് ഗുരു ഊന്നുന്നത്. എല്ലാ മതങ്ങളും നമുക്ക് സമ്മതമാണ്. ഹിന്ദു ദേവാലയങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയത് ഹിന്ദുക്കൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആവശ്യപ്പെട്ടാലും അവർക്ക് വേണ്ടത് ചെയ്യാൻ നമുക്ക് സമ്മതമാണ്. 1924 ആലുവയിൽ സർവമത സമ്മേളനം നടക്കുന്നു. സർവമത സമ്മേളനത്തിന്റെ സ്വാഗത പ്രസംഗം സത്യവ്രത സ്വാമികളാണ്. സത്യവ്രത സ്വാമികൾ ചങ്ങനാശ്ശേരിക്കാരനാണ്.
അയ്യപ്പൻ പിള്ള എന്നോ മറ്റോ ആയിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ആദ്യഘട്ടത്തിൽ കുറച്ച് ജാതിബോധമൊക്കെ ഉള്ള ആളായിരുന്നു അത്ര അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഗുരുവിന്റെ അനുയായിയായി, ഗുരുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി. സത്യവ്രത സ്വാമികള് ഗുരു ജീവിച്ചിരിക്കെ തന്നെ അന്തരിച്ചു പോയ ഒരാളാണ്. സത്യവ്രത സ്വാമികളെ കുറിച്ച് ഗുരു പറഞ്ഞ ഒരു വാക്യം, സത്യവ്രതൻ സത്യവ്രതനായി തന്നെ മരിച്ചു എന്നാണ്. അദ്ദേഹത്തിന് വലിയ പ്രിയം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത്, ബുദ്ധന് പോലും സത്യവ്രതനോളം ജാതി പോയിട്ടില്ല എന്ന് സത്യവ്രത സ്വാമികളെ കുറിച്ച് പറയുന്നു. ഇവിടെ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ആ സത്യാഗ്രഹ സമരത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി, ആസൂത്രണത്തിന്റെ ചുമതലക്കാരനായിട്ട് ഗുരു നിർദ്ദേശിച്ചത് സത്യവ്രത സ്വാമികളെയാണ്. ഇവിടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഓഫീസായി പ്രവർത്തിച്ചത് ഗുരുവിന്റെ വേലൂർ മഠവും ആണ്. ഗുരു ആ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസം അദ്ദേഹം അവിടെ താമസിക്കുന്നുണ്ട്. അവരോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. 1000 രൂപ സമരത്തിന് സംഭാവന നൽകുന്നുണ്ട്. സമരത്തിന് പണം പിരിക്കാൻ വേണ്ടിയിട്ട് ശിവഗിരിയിൽ പ്രത്യേക ഹുണ്ടികപ്പെട്ടി സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സ്ഥാപിച്ച ഒരാൾ കൂടിയാണ് കേട്ടോ ഗുരു. ഈ സത്യവ്രത സ്വാമികളാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ സർവ്വ സമ്മേളനത്തിൽ സ്വാഗതം പറയുന്നത്. സമ്മേളനത്തിന്റെ സെക്രട്ടറി അദ്ദേഹമായിരുന്നു. അദ്ദേഹം പ്രസംഗം എഴുതി തയ്യാറാക്കി. CV കുഞ്ഞിരാമനും അദ്ദേഹവും അയ്യപ്പൻ മാഷും ഒക്കെ കൂടിയാണ് പ്രസംഗം തയ്യാറാക്കുന്നത്. അത് ഗുരുവിനെ കാണിച്ച് വായിച്ച് സമ്മതം മേടിച്ചിട്ടാണ് അദ്ദേഹം സ്വാഗത പ്രസംഗമായി വായിക്കുന്നത്. ആ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, സ്വാമികൾ പറഞ്ഞത്, അലോപ്പതി ചികിത്സ കണ്ടെത്തിയത് പാശ്ചാത്യരായ ക്രൈസ്തവരാണ് എന്നതുകൊണ്ട് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അലോപ്പതി ചികിത്സ സ്വീകരിക്കാതിരിക്കുന്നില്ലല്ലോ. ആയുർവേദം വയസ്കര മൂസതിൻ്റെതാണ് എന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾ ആയുർവേദ ചികിത്സ ഒഴിവാക്കുന്നില്ലല്ലോ. അടുത്ത വരി, അഷ്ടാംഗ ഹൃദയം ബൗദ്ധരചനയായതുകൊണ്ട് ഏകാദശി നാളിൽ അഷ്ടാംഗ ഹൃദയം വായിക്കരുത് എന്ന് മലയാള ബ്രാഹ്മണർ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏകാദശി ദിവസം വലിവ് വന്നാൽ അഷ്ടാംഗ ഹൃദയം നിർദ്ദേശിക്കുന്ന ധന്വന്തരം ഗുളിക കഴിക്കാൻ മലയാള ബ്രാഹ്മണരും മടിക്കുന്നില്ലല്ലോ. അവസാന വാക്യം, ശരീരത്തിന്റെ രോഗങ്ങൾക്ക് മതഭേദം കൂടാതെ ചികിത്സയാകാമെങ്കിൽ ആത്മാവിന്റെ അന്വേഷണങ്ങൾക്ക് എന്തിനാണ് മതഭേദം? ഇതാണ് കേട്ടോ ഗുരു. ഇതാണ് ഗുരു. ശരീരത്തിന്റെ രോഗങ്ങൾക്ക് നിങ്ങൾക്ക് മതഭേദം കൂടാതെ ചികിത്സയാകാമെങ്കിൽ, ഇത്രയും മൂർത്തവും ഇത്രയും ഭൗതികവുമായ ശരീരത്തിന് മതഭേദം കൂടാതെ ചികിത്സയാകാമെങ്കിൽ, അദൃശ്യവും അമൂർത്തവും അപരിമേയവുമായ ആത്മാവിന്റെ അന്വേഷണത്തിന് എന്തിനാണ് മതഭേദം? ഈ ചോദ്യം ഹൃദയത്തിൽ വേണം. ഇതാണ് ഗുരു. ഈ ചോദ്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ആശയം ഇല്ലെങ്കിൽ, ഗുരു കാളിനാടകം എഴുതിയില്ലേ, ഭദ്രകാളി അഷ്ടകം എഴുതിയില്ലേ, സുബ്രഹ്മണ്യ സ്തോത്രം എഴുതിയില്ലേ? ഇതെല്ലാം ഹിന്ദു ദൈവങ്ങളല്ലേ, അതുകൊണ്ട് ഗുരു ഹിന്ദു സന്യാസിയല്ലേ എന്നെല്ലാം ചോദിക്കുന്ന ഒരു താർക്കിക യുക്തിയിൽ പോയിപ്പെടും. അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന്റെ വിശ്വാസത്തിനോ ആരാധനാ പാരമ്പര്യത്തിനോ ഒട്ടും എതിരായിരുന്നില്ല. അദ്ദേഹം വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചു. വിഗ്രഹങ്ങളെല്ലാം ചൈതന്യപൂർണങ്ങളാണെന്ന് സ്വയം വിശ്വസിച്ചിട്ടുമല്ല. അത് ഗുരു ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. വാഗ്ബടാനന്ദൻ ഗുരുവിനോട് എന്ന് സംഭാഷണ മധ്യേ പറയും, ഈ വിഗ്രഹമൊക്കെ കല്ലല്ലേ? അപ്പൊ ഗുരു പറയും, അങ്ങനെയാണ്, പിന്നെ എന്തിനു പ്രതിഷ്ഠിക്കുന്നു? അപ്പൊ ഗുരു പറയും, അത് നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ. വിശ്വസിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ്, നാമായിട്ട് വിശ്വസിച്ചിട്ടല്ല. പക്ഷെ വിശ്വസിക്കുന്നവരുണ്ടല്ലോ, അവരെ തർക്കിച്ചു തോപ്പിക്കാനൊന്നും ഗുരു മുതിരുന്നില്ല, അവർക്ക് വേണ്ടിയല്ലേ. വാഗ്ബടാനന്ദനുമായിട്ട് വേറൊരു സന്ദർഭമുണ്ട് കേട്ടോ. ഈ വിഗ്രഹപ്രതിഷ്ഠയെ കുറിച്ച് വാഗ്ബടാനന്ദനും ഗുരുവും തമ്മിൽ തർക്കം മൂത്തു കഴിഞ്ഞ സമയത്ത് വാഗ്ബടാനന്ദൻ പറഞ്ഞു, ഇക്കാര്യത്തിൽ ഞാൻ അങ്ങയോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, നാമും യോജിക്കുന്നില്ല. ഗുരുവിന്റെ വിഗ്രഹപ്രതിഷ്ഠയോട് യോജിക്കുന്നില്ല എന്നാണ് വാഗ്ബടാനന്ദൻ പറഞ്ഞത്. ഞാനും യോജിക്കുന്നില്ല എന്നാണ് ഗുരു പറഞ്ഞത്. പ്രതിഷ്ഠിക്കണമെന്ന് മൂപ്പര് തന്നെയാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും തന്റെ എതിരാളിയാക്കി മാറ്റാനോ അവരുടെ എതിർവീക്ഷണങ്ങൾ തന്റെ ശത്രുസ്ഥാനത്ത് അവരെ പ്രതിഷ്ഠിക്കാനോ ഒന്നും ഗുരു മുതിർന്നിട്ടില്ല. അതിന്റെ അർത്ഥം അതെല്ലാം ഗുരു അതേപടി ഉൾക്കൊണ്ടു അംഗീകരിച്ചു എന്നൊന്നും അല്ല. വളരെ സൗമ്യമായി അദ്ദേഹം അതിനെയൊക്കെ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആചാരങ്ങൾക്കപ്പുറം മതത്തെ അതിൻ്റെ ധാർമ്മിക മൂല്യമാക്കാനും ആ ധാർമ്മിക മൂല്യത്തെ ദൈവഭാവനയാക്കാനും ആ ദൈവഭാവനയിൽ മനുഷ്യനെ കൂടി ഉൾച്ചേർക്കാനുമുള്ള അതിവിപുലമായ ഒരു ധാർമ്മിക വിപ്ലവത്തിന്റെ പേരായിരുന്നു വാസ്തവത്തിൽ നാരായണ ഗുരു എന്നത്. ആ പാരമ്പര്യമാണ് വാസ്തവത്തിൽ ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്. ഇന്ത്യ മുഴുവൻ നടന്നു കണ്ട ആളായിരുന്നു വിവേകാനന്ദനെങ്കിലും കേരളത്തിൽ വന്നപ്പോഴാണ് ഭ്രാന്താലയം എന്ന് വിളിക്കാൻ മൂപ്പർക്ക് തോന്നിയത്.
ഇത്രയും ഭ്രാന്ത് വേറെ എവിടെയും കണ്ടിട്ടില്ല. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളോ എന്നൊക്കെ ആശാൻ പറഞ്ഞതുപോലെ പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടന്നാൽ ആ നിഴല് വീണാൽ ഭൂമി കളങ്കമാകും എന്ന് നിർദ്ദേശിക്കപ്പെട്ടത് കൊണ്ട് പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ അവകാശമില്ലാത്ത ജാതികൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കം കേട്ടോ. പീടികയിൽ ചെന്ന് ഉപ്പ് എന്ന് പുളിച്ചതെന്ന് പറയാതെ ഉപ്പ് എന്ന് നേരിട്ട് പറഞ്ഞതിന്റെ പേരിൽ ഒരു യുവാവിനെ തല്ലിക്കൊന്ന നാടാണിത്. അവിടെ നിന്ന് നാം ഇവിടേക്ക് എത്തിയത് വലിയ ഒരു ചുവട് വെച്ചിട്ടാണ്. ആ ചുവടിന്റെ മുഴുവൻ ഊർജവും കിട്ടിയ ഒരു സ്ഥാനമായിരുന്നു നാരായണ ഗുരു എന്നത്. ആ ഊർജത്തെ മുഴുവൻ ആറ്റൂർ രവിവർമ്മ കവിതയിൽ പറയും, പകലേ വെട്ടിയ നീളം മുഴുവൻ ഒരൊറ്റ വലിയാൽ പുറകോട്ടാക്കാൻ ഉള്ള ശ്രമമാണ് വാസ്തവത്തിൽ ഇപ്പൊ നടക്കുന്നത്. പകലേ വെട്ടിയ നീളം മുഴുവൻ ഒരൊറ്റ വലിയാൽ പുറകോട്ടാക്കാൻ പോന്ന മട്ടിൽ മതയാഥാസ്ഥിതികത്വം, വർഗീയത, ജാതീയത, വിഭാഗീയത, അന്യമത വിദ്വേഷം, ആചാരഭ്രാന്ത്, വ്യക്തിഗത മാത്സര്യം, ഉപഭോഗാസക്തി, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ പല നിലയ്ക്ക് വലയം ചെയ്യുന്ന ഒരു കാലത്ത് വാസ്തവത്തിൽ സംസ്കാരത്തിന്റെ മണ്ഡലവും ആ മണ്ഡലത്തിൽ നാം നടത്തുന്ന ഇടപെടലുകളും വാസ്തവത്തിൽ അതിപ്രാധാന്യമുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരളം എന്നത് ഭീമാകാരമായ ഒരു മധ്യവർഗമുള്ള സമൂഹമാണ്. ഏതാണ്ട് ജനസംഖ്യയുടെ 50-60% മിഡിൽ ക്ലാസ് എന്ന് വിളിക്കുന്നതിന്റെ പല തട്ടുകളാണ്. 10-20% സമ്പന്നരുമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന ഒന്നാണ് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ കേന്ദ്രം. അതുകൊണ്ട് ഈ മധ്യവർഗാഭിലാഷങ്ങളോടും അവരുടെ വീക്ഷണഗതികളോടും കൂടുതൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കാര്യപരിപാടികൾക്ക് കേരളത്തിൽ കൂടുതൽ സ്വീകാര്യത വരും. ഈ മധ്യവർഗമാകട്ടെ താരതമ്യേന ഇന്ത്യയുടെ മറ്റേത് പ്രദേശത്തും ലഭിക്കാത്ത സാമൂഹിക സൗകര്യങ്ങൾ ലഭിക്കുന്നവരാണ് കേരളത്തിൽ. കേരളത്തിൽ ഏത് പഞ്ചായത്തിലും 1-ാം തരം ഹൈസ്കൂളുകളുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും പ്രൈമറി ഹെൽത്ത് സെന്ററുകളുണ്ട്. ഏത് വൻകിട ആശുപത്രിയോടും കിടപിടിക്കാൻ പോകുന്ന സർക്കാർ ആശുപത്രികളുണ്ട്. വാർത്താവിനിമയ സംവിധാനങ്ങളുണ്ട്, ഗതാഗതമുണ്ട്, കുടിവെള്ളമുണ്ട്. ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങളുടെ വളർച്ചയിൽ ഒരുപക്ഷെ അതിസമ്പന്ന രാജ്യങ്ങളോട് ഒത്തുപോകാവുന്ന മട്ടിലുള്ള ഒരു വികാസം കേരളം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ IMR, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്ന 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നതിന്റെ കണക്കെടുത്താൽ ഇപ്പൊ കേരളത്തിൽ അത് 6 പേരാണ്. ലോകത്തെ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ മാത്രമാണ് IMR 6-7 ആയിരിക്കുന്നത്. അഖിലേന്ത്യാ ശരാശരി 28 ഉത്തർപ്രദേശും അതുപോലെ മധ്യപ്രദേശും പോലുള്ള സ്ഥലങ്ങളിൽ 48, 50, 54 ഒക്കെയാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. നമ്മുടെ അത് 6. നമ്മുടെ സാക്ഷരത 100%, നമ്മുടെ സ്കൂൾ പ്രവേശനം 100%, നമ്മുടെ ആയുർദൈർഘ്യം ഏതാണ്ട് 80 അടുത്തു. ഇങ്ങനെ ഭൗതികമായ സാമൂഹ്യ വികാസം കഴിഞ്ഞ 50 വർഷം കൊണ്ട് ഏതാണ്ട് ഒരു വികസിത രാജ്യത്തിന്റെ തലത്തിലേക്ക് എത്തിച്ചേരുന്ന സ്ഥിതി ഉണ്ടായി. 5 ലക്ഷം ആളുകൾക്ക് സൗജന്യമായി വീട് വെച്ച് കൊടുക്കാൻ കഴിയുന്ന സാമൂഹ്യ ഉത്തരവാദിത്വമാണ് ലൈഫ് മിഷൻ. ചെറിയ കാര്യമൊന്നുമല്ല. ലോകത്ത് ഒരു സ്ഥലത്തും ഉണ്ടാവില്ല 5 ലക്ഷം മനുഷ്യർക്ക് സ്വന്തമായിട്ട് വീട് വെച്ചു കൊടുക്കുന്നു. 3-4 സെന്റ് സ്ഥലത്ത് സ്വന്തമായിട്ട് വീട് വെച്ചു കൊടുക്കുന്നു. അതിദാരിദ്ര്യം എന്നത് കേരളത്തിന്റെ സാമൂഹ്യ ഘടനയിൽ നിന്ന് ഇല്ലാതാക്കപ്പെടുന്നു. ഇങ്ങനെ സാമൂഹ്യ വളർച്ചയിൽ ഒരുപക്ഷെ അത്യസാധാരണമായ മുന്നേറ്റം കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ മറുപുറത്ത് നമ്മൾ കാണുന്നത് ഈ ഗുണഫലങ്ങളെല്ലാം അനുഭവിച്ച അതിൻ്റെ ഗുണഭോക്താക്കളായ മധ്യവർഗം, അവർക്ക് ഈ ഗുണങ്ങളൊക്കെ നൽകിയ സാമൂഹികമായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മതവിഭാഗീയതയുടെ, ആചാരഭ്രാന്തിന്റെ, ജാതി വിവേചനത്തിന്റെ ഒക്കെ ലോകത്തേക്ക് കൂടുതലായിട്ട് നീങ്ങുന്നതും നമ്മൾ കാണുന്നു. നമുക്ക് ധാരാളം അഭ്യസ്ത വിദ്യരുണ്ട്. അഭ്യസ്ത വിദ്യരൊക്കെ ജാതിഭ്രാന്തന്മാരായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു കൗതുകം. അപ്പൊ ഈ വിദ്യക്ക് എന്ത് സംഭവിക്കുന്നു എന്നതൊരു വിചിത്രമായ പ്രശ്നമാണ്. നിങ്ങൾ MSc പൊളിറ്റിക്കൽ സയൻസിൽ PhD നേടുകയും അതിനുശേഷം ജാതി വളരെ ന്യായമാണെന്ന് കരുതുകയും ചെയ്താൽ ഈ PhDക്ക് എന്ത് പറ്റി? നിങ്ങൾ MSc സുവോളജി പാസ്സാവുകയും ആർത്തവം അശുദ്ധമാണെന്ന് കരുതുകയും ചെയ്താൽ സുവോളജിക്ക് എന്ത് സംഭവിക്കും? ഇത് കേരളത്തിലുണ്ട്. കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ.
ഏറ്റവും അഭ്യസ്ത വിദ്യരും മധ്യവർഗപരമായ ജീവിത സുരക്ഷ അനുഭവിക്കുന്നവരുമായ ആളുകൾ കൂടുതൽ കൂടുതൽ അതിയാഥാസ്ഥിതികത്വത്തിന്റെ പിടിയിലേക്ക് നീങ്ങുക. അവരാചാരപരതയിൽ മുഴുകുന്നു, അവര് ജാതിഭ്രാന്തിൽ മുഴുകുന്നു, അവര് കടുത്ത വർഗീയ ബോധത്തിലേക്ക് വലിയ തോതിൽ നീങ്ങുന്നു. ഇത് കേരളത്തിന്റെ ഒരു റിവേഴ്സ് മോഡലാണ്. അതായത് സാമൂഹ്യ ഭൗതിക വികാസം ഉച്ചസ്ഥാനത്തെത്തുക, സാമൂഹിക അവബോധം വിപരീതമായിത്തീരുക. വാസ്തവത്തിൽ കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് സാമ്പത്തിക വളർച്ച ഏറ്റവും കുറഞ്ഞു നിൽക്കുകയും സാമൂഹ്യ നീതിബോധം ഏറ്റവും ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന സമൂഹം എന്ന നിലയിലാണ് 1970-കളിൽ അമർത്യ സെന്നും സുഹൃത്തുക്കളും കേരളത്തെ കേരള മാതൃക എന്ന് വിളിച്ചത്. ഇന്ന് കേരള മാതൃക ഒരു വിപരീത മാതൃകയാണ്. കാരണം സാമൂഹികവും ഭൗതികവുമായ പശ്ചാത്തല വികസനം ഏതാണ്ട് 1-ാം സ്ഥാനത്തേക്ക് എത്തുകയും ഇന്ത്യയിൽ പെർ ക്യാപിറ്റ ഇൻകം പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറുകയും ചെയ്ത സന്ദർഭത്തിൽ തന്നെ സാമൂഹിക മൂല്യബോധം എന്നത്, ധാർമ്മിക ബോധം എന്നത്, സാഹോദര്യ ഭാവന എന്നത്, സമത്വം എന്നത്, അന്യമതങ്ങളോടുള്ള സഹിഷ്ണുതാഭാവം എന്നത്, ജാതി വിരുദ്ധത എന്നത് കുറഞ്ഞേ വരികയും ഇതെല്ലാം തീവ്രമായി തീരുകയും അത് സമൂഹത്തിന്റെ സ്വഭാവത്തെ തന്നെ അട്ടിമറിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാന കേന്ദ്രമായിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റി മാറി. ഇപ്പോ മലയാളിയുടെ വിജ്ഞാനത്തിന്റെ പ്രഭവം എന്താണ്? സർവകലാശാലയൊന്നുമല്ല. എല്ലാ ദിവസവും കാലത്ത് വിവരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. അതെല്ലാം പഠിച്ച് പണ്ഡിതന്മാരായ ആളുകൾ തെക്ക് നടന്നിട്ട് ആകാവുന്നത്ര വിഷം വമിക്കുന്ന ഒന്നായിട്ട് മാറി. നമ്മുടെ ചാനൽ ചർച്ചകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പോരുകോഴികളെ പോലെ അപ്പുറവും ഇപ്പുറവും നിന്ന് ആക്രമിച്ച് വെട്ടി വീഴ്ത്തുന്ന പോരാളികളുടെ ചോര കൊണ്ട് ഓരോ ദിവസവും ചാനൽ കളങ്ങൾ നിറയുകയും ഒരു ചർച്ച കഴിഞ്ഞാൽ എന്ത് ബാക്കിയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒച്ച ബാക്കിയുണ്ട് എന്നൊരു സ്ഥിതിയുണ്ട്. പണ്ട് ദക്ഷിണാമൂർത്തി സ്വാമി പറഞ്ഞൊരു കഥയുണ്ട്. സ്വാമിയുടെ ഒരു കച്ചേരി കഴിഞ്ഞപ്പോ സ്വാമിയോട് ചോദിച്ചു, ദക്ഷിണാമൂർത്തി അറിയാലോ, പഴയ സംഗീതജ്ഞൻ, അദ്ദേഹത്തോട് ഒരു കച്ചേരി കഴിഞ്ഞപ്പോ ചോദിച്ചു അത്രേ, സ്വാമി എങ്ങനെയുണ്ട് കച്ചേരി? അപ്പൊ ദക്ഷിണാമൂർത്തി പറഞ്ഞു, നന്നായിട്ടുണ്ട്, കേട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും 2 കൊടുത്താലേ ഒരു സമാധാനം ആവുള്ളൂ എന്ന് പറഞ്ഞു. എന്നതുപോലെ ഒരു ചർച്ച കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും 4 ചീത്ത പറഞ്ഞാലേ നമുക്കൊരു ആശ്വാസം കിട്ടുള്ളൂ എന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ ചർച്ചകൾ മാറി. അട്ടഹാസം, അന്യവിദ്വേഷം, അപ്പുറത്തിരിക്കുന്നവരുള്ള പുച്ഛം, പരിഹാസം, പക, ഇതെല്ലാം സമൂഹത്തിലേക്ക് അനുദിനം വിക്ഷേപിക്കുന്ന ഒരു മേഖലയായിട്ട് നമ്മുടെ സംവാദമണ്ഡലം മാറിത്തീർന്നു. ഗുരു പറഞ്ഞ വാക്യം ഓർക്കണം കേട്ടോ, വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇന്ന് അറിയാനും അറിയിക്കാനും 1% പോലും ബാക്കിയില്ലാത്ത, വാദത്തിന്റെയും ജയത്തിന്റെയും നിരർത്ഥകമായ ശബ്ദഘോഷം മാത്രം ബാക്കിയുള്ള ഒന്നായിട്ട് നമ്മുടെ മാധ്യമ മണ്ഡലം ഏതാണ്ട് 3/4 പങ്കും മാറിത്തീർന്നു. ഇങ്ങനെ സാമൂഹികതയുടെ വിപരീത യുക്തി ഇതൊന്നും ലഘുവല്ല. കാരണം ഒരു വിഷയത്തെ സൂക്ഷ്മമായി തിരിച്ചറിയാൻ ഒരാളെ സഹായിക്കാതെ, സമൂഹത്തെ സഹായിക്കാതെ, പകരം ശബ്ദഘോഷവും ആക്രോശങ്ങളും പകയും വിദ്വേഷവും ചർച്ച വഴി പ്രക്ഷേപിച്ചാൽ അത്തരം ഒരു സമൂഹം രൂപപ്പെടുന്നതിന്റെ ഒന്നാമത്തെ ഗുണം കിട്ടുക പകയുടെ കച്ചവടക്കാരായിട്ടുള്ള ഫാഷിസ്റ്റുകൾക്കാണ്. വാസ്തവത്തിൽ ഈ ചർച്ചകളുടെയൊക്കെ ആത്യന്തിക ഗുണഭോക്താക്കൾ ഫാഷിസ്റ്റുകളാണ്. കാരണം പടരുന്നത് പകയാണ്. പടരേണ്ടത് സ്നേഹമാണ്, പടരേണ്ടത് സാഹോദര്യ ബോധമാണ്, പടരേണ്ടത് സമഭാവനയാണ്. പക്ഷെ പടരുന്നത് പകയും വിദ്വേഷവും വെറുപ്പും ശത്രുഭാവവും. ഇതിനെതിരെയുള്ള നമ്മുടെ വലിയ ചെറുത്തുനിൽപ്പിന്റെ ഒരു സന്ദർഭം കൂടിയാണ് സംസ്കാരത്തെ മുൻനിർത്തുന്ന ആലോചനകൾ. അത്തരം ആലോചനകൾക്കുള്ള വേദി കൂടിയായി നിങ്ങളുടെ സമ്മേളനവും ഈ സമ്മേളനം ഉന്നയിക്കുന്ന ആശയഗതികളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സാംസ്കാരിക അന്വേഷണങ്ങളും മാറിത്തീരട്ടെ എന്ന ആഗ്രഹം കൂടി പങ്കുവെച്ചുകൊണ്ട് നിശ്ചയമായും സാഹോദര്യ ഭാവനയുടെ സമുന്നതമായ ആവിഷ്കാരമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ തങ്ങളെ സ്വയം കണ്ടത്. പബ്ലോ നെരൂദ പ്രസിദ്ധമായ ഒരു കവിതയിൽ പറയുന്നുണ്ട്, അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി എന്ന് പറയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ അദ്ദേഹം എഴുതിയൊരു കവിതയുണ്ട്, എന്റെ പാർട്ടി എനിക്ക് എന്ത് തന്നു എന്നതിന്റെ അദ്ദേഹം ഉത്തരം, അറിയപ്പെടാത്ത മനുഷ്യരുമായുള്ള സാഹോദര്യം. ലോകത്തെ ഏതു കോണിലും യാതന അനുഭവിക്കുന്ന മനുഷ്യനോട് ഞാനല്ലോ അവൻ എന്ന് പറയാനുള്ള ഒരു സഹോദര ഭാവം. NV കവിതയിൽ പറഞ്ഞ പോലെ, എങ്ങു മനുഷ്യന് ചങ്ങല കയ്യിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുന്നു, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താവുന്നു എന്ന് തിരിച്ചറിയുന്ന സാർവത്രികമായ സ്നേഹ സാഹോദര്യങ്ങളുടെ ഒരു അനുഭവ മണ്ഡലത്തെ രൂപപ്പെടുത്തുക എന്നതാണ് നീതിക്ക് വേണ്ടിയുള്ള സമരത്തിലെ സുപ്രധാനമായ ഒരു ചുവട്. അതിനുള്ള പ്രേരണയായി നമ്മുടെ സാംസ്കാരിക അന്വേഷണങ്ങൾ മാറിത്തീരണമെന്ന ആഗ്രഹം പങ്കുവയ്ക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ.